1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഭയക്കുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. There is no fear in love. സ്നേഹത്തിനകത്ത് ഭയത്തിന് സ്ഥാനമില്ല. ഭയത്തിന് ദണ്ഡനം ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയും. അവിടെ സ്നേഹമെന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് മാനുഷിക സ്നേഹത്തിനുള്ള വാക്കല്ല, അഗാപ്പെ എന്ന വാക്കാണ്. അത് ദൈവ സ്നേഹത്തിൻ്റെ വാക്കാണ്. ദൈവ സ്നേഹത്തിനകത്ത് ഭയത്തിന് സ്ഥാനമില്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ഒരു വിധത്തിലുള്ള സംശയവും വേണ്ട. അത് തികഞ്ഞ സ്നേഹമാണ്. ആ സ്നേഹത്തെ നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്ന് എല്ലാ ഭയത്തെയും മാറ്റിക്കളയും. കാരണം ഭയത്തിന് ദണ്ഡനമുണ്ട് എന്ന് വെച്ചാൽ ഭയപ്പെടുന്ന വ്യക്തി അവൻ ദണ്ഡനം അനുഭവിക്കുന്നുണ്ട്, ടോർമെന്റേഷൻ. അവൻ്റെ ജീവിതത്തിൽ ആ ഭയം അവനെ ഒത്തിരി ഡിപ്രഷനിലേക്കോ പലവിധമായ പ്രയാസങ്ങളിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ദൈവസ്നേഹം, യഥാർത്ഥമായി നമ്മൾ ദൈവസ്നേഹത്തെ അറിയുമ്പോൾ ആ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്ന് എല്ലാ ഭയത്തെയും മാറ്റിക്കളയും. ഭാവിയെക്കുറിച്ചുള്ള ഭയം, ആശങ്കകൾ, തലമുറകളെ കുറിച്ചുള്ള ഭയം, ബിസിനസ്സിനെ കുറിച്ചുള്ള ഭയം, ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഭയം, എല്ലാ ഭയത്തെയും ദൈവസ്നേഹം മാറ്റിക്കളയും. എനിക്ക് മനസ്സിലാകും, ഈ ദൈവം എനിക്ക് അനുകൂലമാണ്. ഹീ ഈസ് ഫോർ മീ. അവൻ എനിക്ക് വേണ്ടിയുള്ളവനാണ്. ഹല്ലേലൂയ. ഈ വചനം നമ്മോട് പഠിപ്പിക്കുകയാണ്, ദൈവസ്നേഹം നമ്മൾ യഥാർത്ഥമായി അറിയുമ്പോൾ നമുക്ക് ഭയം പൂർണ്ണമായും മാറിപ്പോകും. ബൈബിളിൽ ഏറ്റവും അധികം പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഭയപ്പെടേണ്ട. ദൈവസ്നേഹം നമ്മോട് പറയുന്നത് ഭയപ്പെടേണ്ട. മറ്റൊരു വചനം വായിക്കാം. 2 തിമോത്തിയോസ് 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയത്. ദൈവം നമുക്ക് നൽകിയത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. അതായത് ഭയം എന്ന് പറയുന്നത് ഒരു സ്പിരിറ്റാണ്, ഒരു ആത്മാവാണ്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് ഭയപ്പെടാനുള്ള ആത്മാവിനെ അല്ല, പിന്നെയോ ശക്തിയുടെ ആത്മാവാണ്, സ്നേഹത്തിൻ്റെ ആത്മാവാണ്. മറ്റൊന്ന് സുബോധത്തിൻ്റെ, സൗണ്ട് മൈൻഡ്, സുബോധത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയത്. 3 കാര്യങ്ങൾ: സ്നേഹത്തിൻ്റെത്, ശക്തിയുടേത്, സുബോധത്തിൻ്റെ. 3 തരത്തിലുള്ള കാര്യങ്ങളെ പ്രദാനം ചെയ്യുന്ന ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അപ്പ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നമുക്ക് ലഭിച്ചിരിക്കുന്നത് വീണ്ടും ഭയക്കാനുള്ള ആത്മാവിനെ അല്ല. വീണ്ടും ലേഖനങ്ങളിലൂടെയൊക്കെ നമ്മളെ കൺഫേം ചെയ്യുകയാണ്. പൗലോസ് പറയുകയാണ്, നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ. മറ്റൊരു വാക്യം കൂടെ വായിക്കാം. 1 യോഹന്നാൻ 4:17. 1 യോഹന്നാൻ 4:17 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. ഹല്ലേലൂയ. യേശു ഇരിക്കുന്ന പോലെ നാമും ഈ ലോകത്തിൽ ഇരിക്കുന്നു. പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് എവറി ഫിയർ. അത് ഞാനിങ്ങനെ പറയും, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ തെറ്റായ ഭയത്തെയും തികഞ്ഞ സ്നേഹം പുറത്താക്കി കളയും. അതായത് ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്, ന്യായവിധിയെക്കുറിച്ചുള്ള ഭയം, ഫിയർ ഓഫ് ടോർമെന്റ്, പണിഷ്മെന്റ്, ശിക്ഷാവിധിയെക്കുറിച്ചുള്ള ഭയം. ഈ ഭയമെല്ലാം തികഞ്ഞ സ്നേഹം നമ്മിൽ നിന്ന് പുറത്തായി കളയും. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ഭയത്തെ എല്ലാം പുറത്തായി കളയുന്ന സ്നേഹം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന മറ്റൊരു ഭയമുണ്ട്. ആ ഭയത്തെക്കുറിച്ചാണ് നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത്. ദ ഫിയർ ഓഫ് ദ ലോർഡ്. ദൈവത്തെക്കുറിച്ചുള്ള ഭയം, ദൈവത്തോടുള്ള ഭയം, അല്ലെങ്കിൽ മലയാളം ബൈബിൾ എഴുതിയിരിക്കുന്നത് യഹോവ ഭക്തി. ഹല്ലേലൂയ. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. യഹോവ ഭക്തി അല്ലെങ്കിൽ ഫിയർ ഓഫ് ദ ലോർഡ്, ദൈവത്തോടുള്ള
ഭയം. ഹല്ലേലൂയ. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. റെഡിയല്ലേ? ദൈവത്തെക്കുറിച്ചുള്ള ഭയം, ദൈവത്തോടുള്ള ഭയം, ദൈവത്തെക്കുറിച്ചുള്ള ഭയമല്ല, ദൈവത്തോടുള്ള ഭയം. ദ ഫിയർ ഓഫ് ദ ലോർഡ്. ഓക്കെ, അതേക്കുറിച്ച് നമ്മൾ വായിക്കാൻ പോവാം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. എന്നാൽ യിശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. ഇതാരെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ എല്ലാവർക്കും മനസ്സിലായി കാണും. ആരെക്കുറിച്ചാണ്? യിശായി എന്ന് പറയുന്ന ആരാണ്? ദാവീദിന്റെ പിതാവാണ് യിശായി. യിശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. നമുക്കറിയാം, യെശയ്യാ പ്രവചനം യേശുവിനെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഭാഗമാണിത്. യേശുവിനെ കുറിച്ചുള്ള പ്രവചന ദൂതാണിത്. 2-ാമത്തെ വാക്യം പറയുകയാണ്, അവന്റെ മേൽ, ആരുടെ മേൽ? യേശുവിന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും. ഇനി മുതൽ ശ്രദ്ധിച്ചു കേൾക്കുക. യേശുവിന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. ഹല്ലേലൂയ. നമ്മൾ സാധാരണ ഒരു പ്രത്യേക ഒരു ടോപ്പിക് തന്നെയാണ് ദ 7 സ്പിരിറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിലുള്ള 7 ആത്മാക്കൾ. അതിനെയാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ മേൽ ഈ 7 സ്പിരിറ്റ്സും ഉണ്ടായിരുന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യഹോവയുടെ ആത്മാവ്, മറ്റൊന്ന് ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, മറ്റൊന്ന് യഹോവ ഭക്തിയുടെ ആത്മാവ്. ഉറക്കെ പറഞ്ഞ യഹോവ ഭക്തിയുടെ ആത്മാവ്. ദ സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ്. ദൈവത്തെ ഭയപ്പെടുന്ന ആത്മാവ്. ഹല്ലേലൂയ. യേശുവിൻ്റെ മേൽ, ലിറ്ററലി യേശു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ യേശുവിൻ്റെ മേൽ ഉണ്ടായിരുന്ന ആത്മാവാണ് ദ ഫിയർ ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ മേലുണ്ടായിരുന്ന ഒരു ആത്മാവാണ് ദ ഫിയർ ഓഫ് ദ ലോർഡ്. ഞാൻ ഇങ്ങനെ പറയും, ഈ ഭയമെന്ന് പറയുന്നത് ദൈവത്തിൽ നമ്മെ അകറ്റുന്ന ആ ഈദൻ ഗാർഡനിൽ ആദമിനുണ്ടായിരുന്ന ഭയമല്ല. ഈ ഭയം ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഒരു ഭയമാണ്. യേശുവിനുണ്ടായിരുന്നത് ആദം ആ ഗാർഡനിൽ ഭയന്നു വിറച്ച് ദൈവത്തിൽ നിന്നും അകന്നുപോയ ഭയമല്ല, പകരം ദൈവത്തിലേക്ക് ഏറ്റവും അധികമായി അടുപ്പിക്കുന്ന ഒരു ഭയമാണ്. റവറൻഷ്യൽ ഫിയർ ആണ്, ബഹുമാനത്തിന്റെ ആധിക്യത്തിലുള്ള ഭയമാണ് ദ ഫിയർ ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ ദൈവമായിരിക്കുന്ന പോലെ കാണുമ്പോൾ നമ്മുടെ അകത്തു നിന്നുണ്ടാകുന്ന ഒരു ഭയമുണ്ട്. ദാറ്റ് ഈസ് ദ ഫിയർ ഓഫ് ദ ലോർഡ്. അത് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയത്തില്ല, നമ്മളെ പേടിപ്പിച്ച് ദൂരം മാറ്റിക്കളയത്തില്ല, കൂടുതൽ ഒട്ടിച്ചേർന്ന് നിൽക്കാൻ നമ്മളെ കൊതിപ്പിക്കുന്ന, നമ്മളെ ഉള്ളിൽ ആഗ്രഹം തരുന്ന ആത്മാവാണ് ഫിയർ ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? യേശു ഒരിക്കലും പിതാവിൽ നിന്ന് അകന്നു പോയില്ല. യേശുവിൻ്റെ മേൽ വസിച്ചിരുന്നത് സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ്. ദൈവത്തെ ബഹുമാനിക്കുന്ന, ഭയപ്പെടുന്ന. ഹെബ്രായ ലേഖനം പറയുന്നതാണ്, യേശു ഈ ഭൂമിയിൽ ഭൗതിക കാലഘട്ടത്തിൽ ഇവിടെ ആയിരുന്നപ്പോൾ യേശു ഭയത്തോടും വിറയലോടും നടുങ്ങലോടും കൂടെ ആ പിതാവിൻ്റെ സന്നിധിയിലായിരുന്നു വചനം പറയുന്നത്. ദൈവത്തിൻ്റെ ആ മജസ്റ്റിയെ കാണുമ്പോൾ, വലിപ്പത്തെ കാണുമ്പോൾ നമ്മുടെ അകത്തുണ്ടാകുന്ന ഒരു ഭയമുണ്ട്. അവരെങ്ങനെ ആയിരിക്കുന്നു? ആ വലിയവനായ ദൈവം എന്നെ മകനെ എന്ന് വിളിക്കുന്ന വാക്ക് കേൾക്കുമ്പോൾ എൻ്റെ അകത്തുണ്ടാകുന്ന റെവറൻഷ്യൽ ഫിയർ ഉണ്ട്. ആ ഭയത്തെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇന്ന് പലപ്പോഴും ക്രിസ്ത്യാനികൾക്ക് നഷ്ടമായിരിക്കുന്ന, സഭയ്ക്കുള്ളിൽ നഷ്ടമായിരിക്കുന്ന ഒന്നാണ് ദ റെവറൻഷ്യൽ ഫിയർ, ഫിയർ ഓഫ് ദ ലോർഡ്. ദൈവത്തെ ആർക്കും ഭയമില്ല. കാരണം ദൈവം ആരാന്നറിയത്തില്ല. അവർക്ക് എല്ലാ മതത്തിലും ഉള്ളതുപോലെ ഒരു ആരാധിക്കാൻ ഒരു സാധനമായി ദൈവം മാറിയിരിക്കുകയാണ്. ജീവനുള്ള ദൈവത്തെ, അത്ഭുതവാനായ ദൈവത്തെ, വലിപ്പമുള്ള ദൈവത്തെ യഥാർത്ഥമായി അറിയുമ്പോൾ അവൻ്റെ അകത്ത് ഭയം ഉണ്ടാവും. നിസാരമായി ദൈവത്തെ അവൻ എണ്ണത്തില്ല, ദൈവത്തെ നിസാരമായി കാണത്തില്ല. ഇന്ന് നിസാരമായി ദൈവത്തെ കാണുന്നത് കൊണ്ട് അവനെ ബാക്കിയെല്ലാം അവനെ ഭയപ്പെടുത്തുന്നുണ്ട്. അതായത്
ദൈവത്തെ ഭയപ്പെടുന്നവനെ വേറെ ഒന്നിനും ഭയപ്പെടുത്താൻ കഴിയത്തില്ല. ഓഫ്, യഥാർത്ഥമായും ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയെ ഒരു സിറ്റുവേഷനും ഒരു വ്യക്തിക്കും ഭയപ്പെടുത്താൻ കഴിയത്തില്ല. ദൈവത്തെ ഭയപ്പെടാത്തവൻ ബാക്കി എല്ലാത്തിനെയും ഭയപ്പെടുന്നവനായിരിക്കും. കാരണം അവൻ അവൻ്റെ ദൈവത്തെ അറിയത്തില്ല. ഈ ഭയം ആരും പറഞ്ഞുണ്ടാക്കുന്നതല്ല, ദൈവത്തെ അടുത്തറിയുമ്പോൾ അകത്തുണ്ടാകുന്നതാണ് ഈ ഭയം. നീ എത്രത്തോളം അടുക്കുമോ അത്രത്തോളം നീ ആ ഭയത്തിൽ, ആ റെവറൻഷ്യൽ ഫിയറിലേക്ക് വരും. ഹല്ലേലൂയ. യേശുവിൻ്റെ മേൽ അതേ ഫിയറാണ് ഉണ്ടായിരുന്നത്. സദൃശവാക്യങ്ങൾ 9-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ. സദൃശവാക്യങ്ങൾ 9-ാം അധ്യായം അതിൻ്റെ 10-11. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു. ഞാൻ മുഖാന്തരം നിന്റെ നാളുകൾ പെരുകും, നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ആമേൻ. ഹല്ലേലൂയ. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. ഹല്ലേലൂയ. ദ ഫസ്റ്റ് സ്റ്റെപ്പ്, വിസ്ഡം കിട്ടാൻ, ജ്ഞാനത്തിലേക്കുള്ള ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ യഹോവ ഭക്തിയാണ്. അപ്പോൾ യഹോവ ഭക്തി ഇല്ലാത്തവനെ സംബന്ധിച്ചോളം ജ്ഞാനമേ ഇല്ല. കാരണം ജ്ഞാനത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് യഹോവ ഭക്തി. കുഞ്ഞു മക്കളൊക്കെ പഠിക്കും യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാവുന്നു. പക്ഷേ ആ മക്കളെ എങ്ങനെയാണ് ആ ദൈവത്തെ ഭയപ്പെടേണ്ടതെന്ന് നമ്മൾ പഠിപ്പിക്കാറില്ല. അവർക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ജ്ഞാനം സ്വീകരിക്കാൻ പറ്റുന്നില്ല. യേശുവോ ജ്ഞാനത്തിൽ വളർന്നു വന്നു. എങ്ങനെ വളർന്നു വന്നു? ഫിയർ ഓഫ് ദ ലോർഡിൽ വളരുമ്പോൾ ജ്ഞാനത്തിലും വളരും. ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനമുണ്ടെങ്കിൽ, നിനക്ക് ജ്ഞാനമുണ്ടെങ്കിൽ ഈ ലോകത്തിലെ സകലതും വിറ്റുപെറുക്കിയാലും നിന്നെ വാങ്ങാൻ കഴിയത്തില്ല. നിന്റെ വാല്യൂ അതിനും മേലെയാണ്. ഇതെങ്ങനെ ഉണ്ടാകുന്ന ഈ ജ്ഞാനം? ഫിയർ ഓഫ് ദ ലോർഡ്. നിങ്ങൾ ബുക്കിൽ കുറിക്കുന്നവരാണെങ്കിൽ ഈ ദൈവിക ഭയത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ എഴുതി നോട്ട് ചെയ്ത് വെച്ചോളണം. ഇപ്പം 2 വായിച്ചു. എന്തൊക്കെയെന്നറിയാവോ? ഒന്ന്, ജ്ഞാനം, ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. മറ്റൊന്ന്, ഞാൻ മുഖാന്തരം. എന്ത് മുഖാന്തരം? യഹോവ ഭക്തി ഉള്ളത് കാരണം അത് മുഖാന്തരം നിന്റെ നാളുകൾ പെരുകും, നിനക്ക് ദീർഘായുസ് ഉണ്ടാകും. അപ്പോൾ ഒന്നാമത്തെ കാര്യം ജ്ഞാനമുണ്ട്, മറ്റൊന്ന് ദീർഘായുസ്. നിന്റെ നാളുകൾ പെരുകണോ, നിന്റെ അകത്ത് എന്ത് വേണം? ഫിയർ ഓഫ് ദ ലോർഡ്. പണ്ടത്തെ അപ്പച്ചന്മാർക്ക് ഉണ്ടായിരുന്ന അതായിരുന്നു. പണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരുടെ അകത്ത് ഉള്ളിലുണ്ടായിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, ഫിയർ. കൃപയുടെ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അതിന്റെ മറുവശം ആൾക്കാർ അതിന്റെ എക്സ്ട്രീമിലോട്ട് പോയി. ദൈവം സ്നേഹമാണ്, യേശുക്രിസ്തുവിലൂടെ നമുക്ക് തന്ന കൃപയെ നമ്മൾ അറിയുമ്പോൾ നമ്മൾ മറുവശത്ത് ദൈവത്തിന്റെ വലുപ്പത്തെ കാണാൻ വിട്ടുപോയി. നമ്മൾ നിസ്സാരക്കാരനായ ദൈവത്തെ കണ്ടിട്ട് ദൈവത്തിന്റെ വലുപ്പത്തെ കളഞ്ഞപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് വലുതായി മാറി. കാരണം നമുക്കൊരു ചെറിയ ദൈവമാണുള്ളേ. നമ്മുടെ ദൈവത്തെ നമ്മൾ വലുതായി കാണുമ്പോൾ, അവനെ റെവർ ചെയ്യുമ്പോൾ, അവനെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ, എങ്ങനെയാ ബഹുമാനിക്കാൻ കിട്ടുന്നേ? അവന്റെ വലുപ്പത്തെ കണ്ടാൽ മതി. അവനെ ദിവസം തോറും അവന്റെ വലുപ്പത്തെ കാണുമ്പോൾ നിന്റെ അകത്ത് അവനോട് റെവറൻഷ്യൽ ഫിയർ വരും. അത് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും വേറെ എല്ലാം അതിന്റെ കീഴെയാണ്. എൻ്റെ ദൈവം ഇത്ര വലിയവനായി നിൽക്കുമ്പോൾ എനിക്ക് ഒരു പ്രശ്നമേ അല്ല. ഇന്ന് ക്രിസ്ത്യാനികൾ എല്ലാത്തിനെയും ഭയപ്പെടുന്നുണ്ട്. എന്തിനേയും ഭയമാണ്, ദിവസവും ഭയത്തിലാണ്. എന്തുകൊണ്ട്? അവരുടെ കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ വലുപ്പത്തെ അറിയത്തില്ല. കാരണം അവരുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങളെ കുറിച്ച് മാത്രമേ അവർക്കറിയത്തുള്ളൂ. ഇസ്രായേൽ ജനം, ഒരു കൂട്ടം ജനം ഒന്ന് വളരെയധികം ട്രെയിനിങ് കിട്ടിയ യുദ്ധസന്നദ്ധരായ സഹോദരങ്ങൾ ഭയന്ന് വിറച്ച് മുട്ടിടിച്ച് നിൽക്കുമ്പോൾ, എന്താ കാരണം? ഗോലിയാത്ത് എന്ന വ്യക്തിയെ കുറിച്ച് ഒത്തിരി കഥ കേട്ട് പേടിച്ച് നിൽക്കുമ്പോൾ ഒരു ബാലൻ വെറും 5 കല്ലും പിറക്കി കൊണ്ടുവന്നിട്ട് പറയുവാണ്, എൻ്റെ കൂടെ നിൽക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇതിനേക്കാളും വലിയവനായതുകൊണ്ട് ഞാൻ ഇവനെ തലയെന്ന് വെട്ടിക്കളയും. കാരണം എന്നാ? അവന് റെവറൻഷ്യൽ ഫിഗർ ഉണ്ടായിരുന്നു. അവന്റെ ദൈവത്തിന്റെ വലുപ്പത്തെ അറിയാമായിരുന്നു. അവൻ പറഞ്ഞു, എൻ്റെ ദൈവത്തെ കളിയാക്കാൻ പരിചയമില്ലാത്ത നിനക്ക് കഴിയത്തില്ല. ഒരു കവനന്റും ഇല്ലാത്ത, ഒരു ഉടമ്പടിയില്ലാത്ത നിനക്ക് ആ ദൈവത്തെ വെല്ലുവിളിക്കാൻ കഴിയത്തില്ല. ഞാൻ ആ ദൈവത്തിന്റെ പ്രതിനിധിയാണ്. ആ ബോധ്യമാണ് ദാവീദിന് ആ തൻ്റെ ഇടം കൊടുത്തേ. ഞാൻ ആദ്യം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. ദൈവത്തെ ഭയപ്പെടുന്നവനെ ഭയപ്പെടുത്താൻ ഈ ലോകത്തിൽ ഒന്നിനും കഴിയത്തില്ല.
നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ? നിങ്ങളെ ആർക്കും ഭയപ്പെടുത്താൻ കഴിയത്തില്ല. നിങ്ങൾ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ, അവിടെ ആ മേഖലയിൽ നിങ്ങളുടെ ദൈവത്തിൻ്റെ വലിപ്പത്തെ കണ്ടാൽ മതി. എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടാണോ? എൻ്റെ ദൈവം ഓൾ സഫിഷ്യൻ്റ് ആണ്. എനിക്ക് തക്ക സമയം നൽകുവാൻ തക്കവണ്ണം അവൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ഇല്ലായ്മ എന്നെ ഭയപ്പെടുത്തി കളയത്തില്ല. എൻ്റെ രോഗം എന്നെ ഭയപ്പെടുത്തില്ല. അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവൻ്റെ വലുപ്പത്തെ കണ്ടാൽ മതി. ആ ഒരു വെളിപ്പാട് നിനക്കുണ്ടായാൽ മതി, നീ ആ മേഖലയെ ജയിച്ചു കഴിഞ്ഞു. ഇവിടെ പറയുകയാണ്, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും, അത് മുഖാന്തിരം നാളുകൾ പെരുകും, ദീർഘായുസ്സുണ്ടാകും. നോട്ട് ചെയ്ത് വെച്ചോളണം. ദൈവത്തെ ഭയപ്പെടുന്നതുകൊണ്ടുള്ള ഗുണങ്ങളാണ്. ദൈവത്തെ ഭയപ്പെടുന്നതുകൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ. ഒന്ന് ജ്ഞാനമുണ്ടാകും, മറ്റൊന്ന് ദീർഘായുസ്സുണ്ടാകും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇതിൻ്റെ മറുവശത്ത് എല്ലാത്തിനെയും ഭയപ്പെട്ട് ദൈവത്തെ ഭയപ്പെടാതിരിക്കുമ്പോൾ, ദൈവത്തെ ഭയപ്പെടുമ്പോൾ എന്തുണ്ടാവും? ദീർഘായുസ്സുണ്ടാവും. ബാക്കി എല്ലാത്തിനെയും ഭയപ്പെടുമ്പോൾ ആയുസ് കുറയും. സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. എന്താണ്? ഡിപ്രഷൻ, ഒപ്രഷൻ, സപ്രഷൻ, കംപ്ലീറ്റ് BP എല്ലാം വന്ന് എല്ലാത്തിനെയും ഭയം നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ദൈവത്തെ ഭയപ്പെടും, വചനം പറയുകയാണ് എന്ത്? ആയുസ് കൂടും. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള സകലതിനെ നീ ഭയപ്പെടുമ്പോൾ നിന്റെ ആയുസ് കുറയും. ദൈവത്തെ ഭയപ്പെടുമ്പോൾ ആയുസ് കൂടും. അപ്പൊ ആയുസ് കൂടണോ, ദീർഘായുസ് ഉണ്ടാവണോ? ദൈവത്തെ ഭയപ്പെടുക. ഹല്ലേലൂയ. അടുത്തൊരു വാക്യം വായിക്കാം. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. നിനക്ക് തന്നെ നീ ജ്ഞാനിയെന്ന് തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. അടുത്ത വാക്യം വായിച്ചേ. അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പുമായിരിക്കും. ഓക്കെ. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. ഫിയർ ദ ലോർഡ് ആൻഡ് ഡിപ്പാർട്ട് ഫ്രം ഈവിൾ. എന്ന് വെച്ചാൽ ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളതിൻ്റെ മറുവശം എന്താണ്? ദോഷത്തെ വിട്ടുമാറുക. നീ ദൈവത്തെ ഭയപ്പെടുന്നതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ നീ ദോഷത്തെ വിട്ടുമാറും. നിങ്ങളുടെ ആക്ഷൻസ് പറ. ഇന്ന് രാവിലെ മുതൽ ഇതുവരെയുള്ള നിങ്ങളുടെ ചില കാര്യങ്ങൾ പറ. നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നില്ലെന്ന് ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ. ഈ വചനതല്ലേ? യഹോവയെ ഭയപ്പെടുമ്പോൾ നീ ദോഷത്തെ വിട്ടുമാറും. ദോഷത്തെ വിട്ടുമാറുക എന്ന് പറയുന്നത് ദൈവത്തെ ഭയപ്പെടുന്നവന്റെ ഫ്രൂട്ടാണ്. നോക്കിയേ, യഹോവയെ ഭയപ്പെടുമ്പോൾ എന്താണ്? അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പും. അതായത് ഹെൽത്ത് ടു യുവർ ഫ്ലഷ് ആൻഡ് സ്ട്രെങ്ത് ടു യുവർ ബോൺസ്. നിന്റെ ശരീരത്തിന് ആരോഗ്യം, നിന്റെ അസ്ഥികൾക്ക് ബലം. എന്തൊക്കെയായി നോക്കിക്കോളേ. എവിടെ തുടങ്ങി നമ്മൾ? ജ്ഞാനം, ദീർഘായുസ്, ശരീരത്തിന് ആരോഗ്യം, അസ്ഥികൾക്ക് ഉറപ്പ്. ആർത്രൈറ്റിസ് വന്ന് വീണ് പോകത്തില്ല, തേയ്മാനം വന്ന് അസ്ഥി ഒടിഞ്ഞു പോകത്തില്ല. യഹോവയെ ഭയപ്പെടുമ്പോൾ നിന്റെ അസ്ഥിക്ക് ബലം ഉണ്ടാവുമെന്ന് വചനം പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രായം കൂടുമ്പം അസ്ഥി തേയ്മാനം ഒടിഞ്ഞു പോകുന്നൊക്കെ സാധാരണ ലോകം പറയുന്നത്. വചനം പറയുന്നത് യഹോവയെ ഭയപ്പെടുന്നവന്റെ അസ്ഥിക്ക് ബലം ഉണ്ടാവും, അസ്ഥിക്ക് ബലം ഉണ്ടാവും, ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവും. നീ എന്ത് ചെയ്യും? ദോഷത്തെ നീ വിട്ടുമാറും. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിക്ക് ദൈവത്തെ ഭയപ്പെടാനും അതേസമയം ദോഷം ചെയ്യാനും പറ്റത്തില്ല. രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല. നീ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവെന്ന് പറയുന്നത് നിനക്ക് ദോഷം ചെയ്യാൻ പറ്റത്തില്ല. ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ അർത്ഥം നീ ദൈവത്തെ ഭയപ്പെടുന്നില്ല. സോ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫിനെ തീരുമാനിക്കാനും ചെക്ക് ചെയ്യാനുള്ള അവസരമാണ്. ലോങ് ലൈഫ്, ഹെൽത്ത്, ഇതെല്ലാം ദൈവത്തെ ഭയപ്പെടുന്നതിലൂടെ നിങ്ങൾക്കുണ്ട്. സങ്കീർത്തനങ്ങൾ 111:11. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്, അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയെ ഭയപ്പെടുന്നത് ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. വീണ്ടും പറയുകയാണ്, അവയെ ആചരിക്കുന്നവർക്കെല്ലാം എന്തുണ്ട്? നല്ല ബുദ്ധിയുണ്ട്. ആർക്ക് ബുദ്ധി വേണം? നല്ല ബുദ്ധി വേണോ? യഹോവയെ ഭയപ്പെടുക. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ബുദ്ധി വേണമോ? നിങ്ങൾ ദേശത്ത് വ്യത്യസ്തരായിരിക്കും, നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവും. പഴയ കാലത്ത് അപ്പച്ചന്മാർക്ക് നല്ല ദൈവത്തിൻ്റെ ബുദ്ധി ഉണ്ടായിരുന്നു, സ്വർഗീയമായ ബുദ്ധി ഉണ്ടായിരുന്നു. കാരണം they feared the Lord. അവർ ദൈവത്തെ ഭയപ്പെട്ടു. ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഇതൊരിക്കലും നമ്മൾ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഭയമല്ല, ശിക്ഷാവിധിയെ കുറിച്ചുള്ള ഭയമല്ല,
അവൻ്റെ വലിപ്പത്തെയും അവൻ ആരാണെന്ന് അറിയുമ്പോഴുണ്ടാകുന്ന റെവറൻഷ്യൽ ഫിയർ ആണ് ഇത് നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. മറ്റൊരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 25:12-13. സങ്കീർത്തനങ്ങൾ 25:12-13. യഹോവ ഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും. അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. ആമേൻ. യഹോവ ഭക്തനായ പുരുഷൻ, അതായത് the man who fears the Lord, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു മനുഷ്യൻ, അവൻ ആരാണ്? അവനെ യു ആർ ഡൂയിങ് ഗുഡ് ടു യുവർ ജനറേഷൻ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ തലമുറകൾക്കും കൂടി നല്ല കാര്യമാണ് ചെയ്യുന്നത്. നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നതിലൂടെ നിങ്ങളുടെ തലമുറകൾക്കും കൂടെ നല്ലതാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം him shall he teach in the way he chooses. ദൈവം അവനെ പഠിപ്പിക്കും, അവൻ നടക്കേണ്ടുന്ന വഴികളെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവൻ സുഖത്തോടെ വസിക്കും. അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ he shall dwell in prosperity എന്നാണ്. സമൃദ്ധിയിൽ നീ വസിക്കും. his descendants shall inherit the earth. അവൻ്റെ തലമുറകൾ, സന്തതി ദേശങ്ങളെ കൈവശമാക്കും. നീ ദൈവത്തെ ഭയപ്പെടുമ്പോൾ നിനക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാവും, സമൃദ്ധി ഉണ്ടാവും, സമ്പത്തുണ്ടാവും. നിന്റെ തലമുറ ദേശത്തെ കൈവശമാക്കും. നിനക്ക് നടക്കേണ്ടുന്ന വഴി ദൈവം ഉപദേശിച്ചു തരും. എത്ര അനുഗ്രഹങ്ങളെന്ന് കണ്ടല്ലോ. ദൈവത്തെ അപ്പോൾ ഇതെല്ലാ അനുഗ്രഹങ്ങളും പലപ്പോഴും നമ്മൾ അനുഭവിക്കാത്തതിന് ഒറ്റ റീസണേ ഉള്ളൂ. ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നില്ല. ദൈവത്തെ ഭയപ്പെടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ തലമുറ ദേശത്ത് അനുഗ്രഹിക്കപ്പെടും, അവൻ സമൃദ്ധിയിൽ ജീവിക്കും. അപ്പോൾ സമൃദ്ധിയുടെ സീക്രട്ട് എന്താണ്? പ്രോസ്പെരിറ്റിയുടെ സീക്രട്ട് എന്താണ്? ഫിയർ ഓഫ് ദ ലോർഡ്. അവനെ ഭയപ്പെടുക. അവൻ സമൃദ്ധി നൽകുന്ന ദൈവമാണ്. അവനെ അങ്ങനെ നീ കാണുക. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുക. നമ്മൾ ദൈവത്തെ ഭയപ്പെടുമ്പോൾ നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കും. നിങ്ങൾക്കറിയാവോ, നിങ്ങൾ നോക്കിയാൽ ഇന്ന് ദൈവത്തെ ഭയപ്പെടാത്ത ഒത്തിരി പേര് ഭയങ്കരമായുള്ള സമൃദ്ധി ജീവിതം കണ്ടുണ്ടാവും. സദൃശമായി പറയുന്നത്, നിങ്ങൾ അവരെ നോക്കി അസൂയപ്പെടരുതെന്നാണ്. കാരണം ഒത്തിരി പേര് അങ്ങനെ സമൃദ്ധി ജീവിതം കണ്ടുണ്ടാവും, പക്ഷെ ഒരിക്കലും അവിടെ തലമുറകൾ അതേ സമൃദ്ധി ജീവിതം കണ്ടുണ്ടാവത്തില്ല. കാരണം ബൈബിൾ പറയുകയാണ്, ദൈവത്തെ ഭയപ്പെടുന്നവനുള്ള പ്രോമിസാണ് അവൻ്റെ തലമുറകളും ദേശത്തെ കൈവശമാക്കും. മറ്റത് നീ ചിലപ്പോൾ കൂട്ടിവെക്കും, നിന്റെ മക്കൾക്ക് അത് ഗുണം ചെയ്യത്തില്ല, അവർക്കത് പ്രയോജനപ്പെടത്തില്ല. ചിലപ്പോൾ അവർ അത് നശിക്കാൻ കാരണമായി തരും. നിന്റെ സമ്പത്ത് കാരണം തലമുറകൾ നശിച്ചു പോകാൻ പോലും കാരണമായി തരും. പക്ഷേ ദൈവത്തെ ഭയപ്പെടുന്നതിൻ്റെ തലമുറ പോലും ബ്ലസ്ഡ് ആണ്, അവർ ദേശത്തെ കൈവശമാക്കും. ഹല്ലേലൂയ. അടുത്തൊരു വചനം വായിക്കാം. സങ്കീർത്തനങ്ങൾ 25:14. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. The secret of the Lord is with those who fear him. ദൈവത്തെ ഭയപ്പെടുന്നവർക്കാണ് ദൈവം തൻ്റെ സീക്രട്ടുകളെ ഷെയർ ചെയ്യുന്നത്. ഹല്ലേലൂയ. And he will show them his covenant. അവൻ്റെ ഉടമ്പടി അവൻ അവരെ അറിയിക്കും. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ദൈവം എന്ത് ചെയ്യും? സീക്രട്ടുകൾ നൽകും. നിങ്ങൾക്കറിയോ, ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്, അബ്രഹാം തൻ്റെ മകനെ യാഗം കഴിക്കാൻ തയ്യാറാകുമ്പോൾ സ്വർഗ്ഗത്തിൽ ദൈവം പറഞ്ഞ കാര്യമുണ്ട്, നീ ഇതിലൂടെ നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് നീ തെളിയിച്ചിരിക്കുക. പിന്നീട് നമുക്കറിയാം, അബ്രഹാം ദൈവം പറയുന്നത് അവൻ എൻ്റെ കൂട്ടുകാരനെന്നാണ്. ദൈവത്തെ ഭയപ്പെടുന്നവനെ ദൈവം വിളിക്കുന്നത് തൻ്റെ കൂട്ടുകാരനായിട്ടാണ്. ഈ ഭയം ഒരിക്കലും നമ്മെ ദൈവം അകറ്റുകയല്ല, അവൻ്റെ കൂട്ടിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. കാരണം നീ ഭയപ്പെടും തോറും നീ എല്ലാ ദോഷങ്ങളിൽ നിന്നും മാറിക്കൊണ്ടേയിരിക്കും. എല്ലാ ദോഷങ്ങളിൽ നിന്ന് നീ വിട്ടുമാറും. എല്ലാ മോശം കാര്യങ്ങളിൽ നീ കൈയെടുക്കും. കാരണം നീ അവൻ്റെ അടുക്കലേക്ക് വീണ്ടും വീണ്ടും അട്രാക്ട് ചെയ്യപ്പെടും. ആ യാഗം കഴിക്കാൻ തയ്യാറായ അബ്രഹാമിനെ നോക്കി ദൈവം പറയുകയാണ്, ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി നീ ദൈവത്തെ യഥാർത്ഥമായി ഭയപ്പെടുന്നുണ്ട്. മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരിക്കൽ ഫറവോ ഉത്തരവിട്ടു, എല്ലാ എബ്രായ കുഞ്ഞുങ്ങളെയും കൊന്നുകളയണം. മോശ ജനിച്ച കാലത്താണ്. നമുക്കറിയാം, സൂതി കർമ്മിണികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം സഹോദരിമാരുണ്ടായിരുന്നു. അതായത് പ്രസവം എടുക്കാൻ പോകുന്ന സഹോദരിമാർ. വചനം പറഞ്ഞതിനെയാണ്, അവർ
കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിച്ച കൈ കിട്ടുമ്പോൾ വചനം പറയുന്നത് അവർ ദൈവത്തെ ഭയപ്പെട്ടിരുന്നത് കൊണ്ട് അവർ കുഞ്ഞുങ്ങളെ കൊന്നില്ല. അവർ പറയും, രാജാവിന് പറയും, അത് നമ്മുടെ എബ്രായ സ്ത്രീകളൊക്കെ നല്ല തിറമുള്ളവരാണ്, ഞങ്ങൾ പോകുന്നതിന് മുമ്പേ പ്രസവിക്കും, അതുകൊണ്ട് കൊല്ലാൻ പറ്റുന്നില്ല എന്ന് പറയും. വചനം പറയുന്നതാണ്, എബ്രായ സ്ത്രീകൾ സൂതികർമ്മിണികൾ ദൈവത്തെ ഭയന്നത് കാരണം അവർ ആ തിന്മ ചെയ്തില്ല. വചനം പറയുന്നു, ദൈവം അവരെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. നീ ചില കാര്യങ്ങളെ ചെയ്യാതിരിക്കുന്നത്, വേണ്ടെന്ന് വയ്ക്കുന്നത് ദൈവത്തെ ഭയപ്പെടുന്നതുകൊണ്ടാണ്. ദൈവത്തെ അവനെ ആരാണെന്ന് അറിയുന്നതുകൊണ്ടാണ്. അത് നിന്നെ ദൈവം കണക്കിടും, നിന്നെ ബ്ലസ് ചെയ്യും. വചനം പറയുന്നത് ദൈവത്തെ ഭയപ്പെടുന്നവർ പ്രോസ്പെരിറ്റി നടക്കുന്ന, സമൃദ്ധി നടക്കും, അവൻ്റെ തലമുറകളും. ഇപ്പം എത്ര അനുഗ്രഹങ്ങളാണെന്ന് നോക്കിക്കൊള്ളേ, എഴുതി വെച്ചല്ലോ അല്ലേ? ഓക്കെ, ഇപ്പൊ പറഞ്ഞെന്താണ്? സീക്രട്ടുകൾ ദൈവം ഷെയർ ചെയ്യും. ദൈവവുമായി രഹസ്യം പങ്കിടാൻ ആഗ്രഹമുണ്ടോ? ഫിയർ ഹിം, അവനെ ഭയപ്പെടുക. ദൈവത്തിന്റെ സീക്രട്ട് ഒരിക്കൽ നിനക്ക് കേൾക്കാൻ പറ്റിയാൽ പിന്നെ നിനക്ക് സീക്രട്ട് ഇരിക്കാൻ പറ്റത്തില്ല, നിന്നെ ലോകം അറിയും. അതാണ് ദൈവത്തിന്റെ സീക്രട്ടിന്റെ പ്രാധാന്യം. ഞാൻ പറഞ്ഞത് കേട്ടില്ലെന്ന് തോന്നുന്നു. ദൈവത്തിന്റെ സീക്രട്ട് കേൾക്കുന്നവനെ ലോകം അറിയും, പിന്നെ അവന് രഹസ്യത്തിൽ ഒളിച്ചിരിക്കാൻ പറ്റത്തില്ല. ഒരു സീക്രട്ട് ദൈവം നിന്നെ പങ്കുവെച്ചാൽ നീ ലോകത്തിൽ അനേകർ അറിയപ്പെടുന്നവനായി മാറും. അതങ്ങനെയാണ്, അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. ഓക്കെ, ഇവിടെ പറയുകയാണ്, ദൈവം തന്നെ ഭയപ്പെടുന്നവർക്ക് തൻ്റെ വഴികളെ കാണിച്ചു കൊടുക്കും, തൻ്റെ ഉടമ്പടികളെ മനസ്സിലാക്കി കൊടുക്കും, സീക്രട്ടുകളെ ഷെയർ ചെയ്യും. ഒരു ഉദാഹരണം പറയാൻ മനസ്സിലാവും. ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ നിങ്ങൾക്കറിയാം ദൈവം എവിടെയൊക്കെ അവർക്ക് പ്രൊവിഷൻസ് കൊടുത്തോ, അവരെവിടെയൊക്കെ പെറുവിറുത്തെന്ന് അറിയാവോ? ദൈവം കൊടുത്ത അത്ഭുതങ്ങളെ കയ്യിൽ വാങ്ങി വെച്ചുകൊണ്ടാണ് പെറുവിറുത്തത്. ദൈവം കൊടുത്ത മണ്ണ എടുത്ത് വെച്ച് പറയും അത് മോശം, ഇറച്ചി കിട്ടിയില്ല. ദൂതന്മാർ കഴിക്കുന്ന ഭക്ഷണം കൊടുത്തത് അതും കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നിട്ടാണ് കുറ്റം പറയുന്നത്. നമ്മളും അങ്ങനെയാണ് പലപ്പോഴും. നമുക്കില്ലാത്തതിനെ കുറിച്ചല്ല കംപ്ലൈൻറ്റ് പറയുന്നത്, കിട്ടിയതിന് നന്മകളെ പുറത്ത് വെച്ചാൽ നമ്മൾ പലപ്പോഴും കംപ്ലൈൻറ്റ് പറയുന്നത്. നമ്മളും അങ്ങനെയാണ്, എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കംപ്ലൈൻറ്റുള്ള ബഹളമായിരിക്കും. ഇസ്രായേൽ മക്കൾ എന്തുകൊണ്ടാണ് അങ്ങനെ ദൈവത്തെ കംപ്ലൈൻറ്റ് ചെയ്തത്? അവർ പറഞ്ഞു, ഞങ്ങൾ ഈജിപ്തിൽ ഉള്ളിയുടെ ചാക്കിൻ്റെ അടുത്തായിരുന്നേ. ചാക്കിൻ്റെ അടുത്ത് ഇരുന്നേ ഉള്ളൂ, ഉള്ളി തൊടാൻ പറ്റിയിട്ടില്ല. പക്ഷെ എങ്കിലും അഹങ്കാരമാണ്. ദൈവത്തോട് എന്തെല്ലാം പറയാം. അവിടെ കിടന്ന് നിലവിളിച്ചിട്ടാണ് ദൈവം പുറത്തു കൊണ്ടുവന്നത്. പക്ഷെ ഇവിടെ വന്ന് ഡെയിലി രാവിലെ ഡോർ ഡെലിവറിയാണ്. ഉറക്കണീക്കുമ്പോൾ മുറ്റത്ത് മന്നാവൻ നിൽക്കുകയാണ്. പക്ഷെ എങ്കിലും ദൈവത്തോട് കംപ്ലൈൻറ്റ് പറയുക. അങ്ങനെ പിറുപിറുക്കുന്ന കാര്യം എന്നറിയാവോ? അവർ ദൈവത്തെ ഭയപ്പെട്ടിരുന്നില്ല. പക്ഷെ മറുവശത്ത് മോശയോ ഫറവോന്റെ കൊട്ടാരത്തിലാണ് ജീവിച്ചത്. കൊട്ടാരത്തിലെ ഭക്ഷണം കഴിച്ച് ഫറവോന്റെ കൊച്ചുമോനായിട്ടാണ് ജീവിച്ചത്. ശരിയല്ലേ? എല്ലാ സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷെ മോശ ഒരിക്കൽ പോലും ദൈവത്തോട് കംപ്ലൈൻറ്റ് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഹി ഫിയർഡ് ദ ലോർഡ്, അവൻ ദൈവത്തെ ഭയന്നിരുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ 103:7 മനോഹരമായ വാക്യമാണ്, ദൈവം തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെ അറിയിക്കുകയും ചെയ്തു. ഇസ്രായേൽ മക്കൾക്ക് തൻ്റെ പ്രവൃത്തികളെ മാത്രമേ കാണിച്ചു കൊടുത്തുള്ളൂ. പക്ഷേ തൻ്റെ മോശയോട് ദൈവം തൻ്റെ വഴികളെ ഷെയർ ചെയ്തു. ഗോഡ് made known his ways to Moses and his acts to the children of Israel. അതായത് ഇസ്രായേൽ മക്കൾക്ക് ദൈവം തൻ്റെ പ്രവൃത്തികളെ കാണിച്ചു, തൻ്റെ കൈകളുടെ പ്രവൃത്തികളെ കാണിച്ചു കൊടുത്തു, അത്ഭുതങ്ങളെ കാണിച്ചു കൊടുത്തു. പക്ഷെ മോശയോട് തൻ്റെ ഹൃദയത്തെ പങ്കുവച്ചു, തൻ്റെ വഴികളെ, സീക്രട്ടുകളെ ഷെയർ ചെയ്തു. കാരണം മോശ ദൈവത്തോട് കംപ്ലൈൻറ്റ് ചെയ്യുമായിരുന്നില്ല, മോശ ദൈവത്തെ ഭയപ്പെട്ടു. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലൈൻറ്റുകൾ ഒഴിവാക്കും, പിറുപിറുപ്പുകൾ നമ്മൾ ഒഴിവാക്കും. ഒരു വചനം കൂടെ വായിക്കാം. 1 കൊരിന്ത്യർ 10 1 മുതലുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 10 1 മുതൽ താഴോട്ട് വായിച്ചാട്ടെ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ച് അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക്. പിതാക്കന്മാര് അന്ന് ഇസ്രായേൽ മക്കൾ ജനം മേഘത്തിന്റെ കീഴിൽ അവർ യാത്ര ചെയ്തു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു. അവരെ അനുഗമിച്ച ക്രിസ്തുവിൽ നിന്ന്, ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന് അവർ കുടിച്ചു.
എങ്കിലും കണ്ടോ, ആദ്യം വായിക്കുമ്പോൾ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു, എല്ലാവരും സ്നാനമേറ്റു, എല്ലാവരും ആത്മീയ ആഹാരം കഴിച്ചു, ആത്മീക പാനീയം കുടിച്ചു, എല്ലാവരും. എന്നാൽ 5-ാമത്തെ വാക്യം എഴുതുമ്പോൾ എങ്കിലും അവരിൽ മിക്ക പേരിലും, കണ്ടോ, എല്ലാവരും ഒരുപോലെ ആയിരുന്നു, പക്ഷെ എങ്കിലും അവരിൽ മിക്ക പേരിലും, ഭൂരിഭാഗം പേരിലും എന്ത് ചെയ്യില്ല? ദൈവം പ്രസാദിച്ചില്ല. ഗോഡ് വാസ് നോട്ട് പ്ലീസ്ഡ്. ദൈവം അവരോട് പ്രസാദിച്ചില്ല. ദൈവത്തിന് അവരോടൊരു ഇഷ്ടം തോന്നിയില്ല. റീസൺ നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ്? അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടത് തന്നെ. അവരെന്തുകൊണ്ടാണ് ദൈവം മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞത്? അവരുടെ പിറുപിറുപ്പായിരുന്നു പ്രധാന റീസൺ. കാരണം അവർ ദൈവത്തെ ഭയപ്പെട്ടില്ല. അവർ ഈജിപ്തിലുണ്ടായിരുന്ന തങ്ങളുടെ ജീവിത രീതി വെച്ചിട്ടാണ് ദൈവത്തെ കണ്ടതും അവർ പിറുപിറുത്തതും. അത് കാരണം അവർ ആ മരുഭൂമിയിൽ നശിച്ചുപോയി. ഇത് ദൃഷ്ടാന്തമായി നമുക്കൊരു ഉദാഹരണമായി കിടക്കുകയാണ് എന്നാണ് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണമാണ് കഴിക്കുന്നത്, ഒരേ ആത്മീയ പാനീയമാണ് കുടിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെ അടിസ്ഥാന ക്രിസ്തു തന്നെ. പക്ഷെ നമ്മൾ എല്ലാവരിലും ദൈവം പ്രസാദിച്ചിട്ടുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. ശരിയല്ലേ? ഞാൻ വചനമാണ് വായിച്ചത്, എൻ്റെ ചോദ്യമല്ല. ദൈവം വചനം പറയുന്നത് എല്ലാവരും ഒരുപോലെ ആയിരുന്നു, ഒരുപോലെ വിടുവിക്കപ്പെട്ടു, രക്ഷയിലേക്ക് വന്നു, ഒരുപോലെ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ തണലിൽ നടന്നു, ഒരേപോലെ അവർ സ്നാനപ്പെട്ടു, ഒരുപോലെ ആത്മീക ഭക്ഷണവും ആത്മീക പാനീയവും കുടിച്ചു. ക്രിസ്തുവായിരുന്നു അവരുടെ ഫൗണ്ടേഷൻ. പക്ഷേ അവരെല്ലാവരിലും ദൈവം പ്രസാദിച്ചില്ല. മിക്ക പേരും പാതി വഴിയിൽ പട്ടുപോയി, പാതി വഴിയിൽ നശിച്ചുപോയി. കാരണം അവർ ദൈവത്തെ ഭയപ്പെട്ടില്ലെന്ന് മാത്രമല്ല, അവർ പിറുപിറുത്തു. മാത്രമല്ല അവരുടെ ജീവിത രീതികൾ വളരെ മോശമായിരുന്നു. താഴോട്ട് വായിക്കുമ്പോൾ കഴിയാൻ പറ്റും. അവർ വിഗ്രഹാരാധികളും പരസംഗം ചെയ്യുന്നവരുമായി 23,000 പേർ ഒറ്റ ദിവസം പട്ടുപോയി, മരിച്ചുപോയി. കാരണം അവർ മോശം ജീവിത രീതികൾ തിരഞ്ഞെടുത്തു. അവർ ദൈവത്തെ ആരാധിക്കാതെ, ദൈവത്തെ ഭയപ്പെടാത്തതുകൊണ്ടാണല്ലോ അവർ വിഗ്രഹത്തെ ആരാധിക്കാൻ പോയത്. വിഗ്രഹത്തെ ആരാധിച്ചത് മാത്രമല്ല, അവർ പരസംഗം ചെയ്തു. മോവാബിയ സ്ത്രീകളുമായി പോയി വേണ്ടാത്ത രീതിയിലുള്ള ജീവിതത്തിലേക്ക് പോയപ്പോൾ 23,000 പേർ ഒറ്റ ദിവസം പട്ടുപോയി. അടുത്ത ആൾ പറയുന്നുണ്ട്, അവരിൽ ചിലർ, 10-ാം വാക്യം, പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. കണ്ടോ, പിറുപിറുക്കുമ്പോൾ സംഹാരിക്ക് നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുകയാണ്. പിറുപിറുക്കുമ്പോൾ നമ്മൾ ശത്രുവിന് എൻട്രി കൊടുക്കുകയാണ്. പിറുപിറുത്തത് കാരണം സംഹാരി വന്നവരെ നശിപ്പിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. പിറുപിറുക്കുമ്പോൾ അത് ചില ഈവിൽ സ്പിരിറ്റ്സിനുള്ള ഡോർ ഓപ്പണിംഗ് ആണ്. അത് നമ്മൾ ചെയ്യരുത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് നമുക്ക് ബുദ്ധി ഉപദേശിക്കാൻ എഴുതിയിരിക്കുകയാണ്. മനസ്സിലാക്കണം, നമ്മൾ പിറുപിറുക്കുന്നവരാകരുത്. എവിടെയാ പിറുപിറുപ്പ് ഉണ്ടാക്കുന്നേ? ദൈവത്തെ ഭയപ്പെടാതിരിക്കുമ്പോൾ, അവനെ അറിയേണ്ടതിൽ അറിയാതിരിക്കുമ്പോഴാണ് നമ്മുടെ അകത്ത് പിറുപിറുപ്പ് ഉണ്ടാകുന്നത്. അത് ഉണ്ടാകരുത് എന്നാണ്. അപ്പൊ കംപ്ലൈനിങ് ഓപ്പൺസ് ഡോർ ടു ദ എനിമി. ശത്രുവിന് വാതിൽ തുറക്കുകയാണ് നമ്മുടെ കംപ്ലൈന്റുകൾ. ദൈവത്തോടുള്ള കംപ്ലൈന്റുകൾ നമ്മൾ അവസാനിപ്പിക്കുക. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 128-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. സങ്കീർത്തനങ്ങൾ 128, 1 മുതൽ 4 വരെ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഇവിടെ വീണ്ടും വന്നു, the fear of the Lord. The one who fear the Lord is blessed. അവർ ഏറ്റവും ഭാഗ്യവാനാണ്. എന്തൊക്കെയാണെന്ന് അറിയാമോ? അവൻ്റെ കൈകളുടെ അധ്വാന ഫലം അവൻ തിന്നും. അതായത് അവൻ്റെ ബിസിനസ്, അവൻ കൈകൊണ്ട് അധ്വാനിക്കുന്ന എല്ലാ മേഖലകളും ബ്ലസ്ഡ് ആയിരിക്കും. കൈകളുടെ അധ്വാന ഫലം, നീ അധ്വാനിക്കുന്നു വെറുതെ ആകത്തില്ല. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തന്നെ തിന്നും. വേറെ ആരെങ്കിലും തിന്നുകൊണ്ട് പോകത്തില്ല, ശത്രു കൊണ്ടുപോകത്തില്ല, നിനക്ക് തന്നെ കഴിക്കാൻ പറ്റും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. അടുത്ത വാക്യം, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവൻ ആകും. Thus shall the man be blessed who fear the Lord. എങ്ങനെ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തി എങ്ങനെ അനുഗ്രഹിക്കപ്പെടും?
ഇങ്ങനെയൊക്കെ അനുഗ്രഹിക്കപ്പെടും. അവൻ്റെ കൈകളുടെ പ്രവൃത്തികളെ ദൈവം അനുഗ്രഹിക്കും. അവന് നന്മ വരും. അവൻ്റെ ഭാര്യ അനുഗ്രഹിക്കപ്പെടും. അവൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ യഹോവയെ ഭയപ്പെടുന്ന ഒരു വ്യക്തി, ഒരു സഹോദരി ആയിക്കോട്ടെ, നിന്റെ ഭർത്താവ് അനുഗ്രഹിക്കപ്പെടും, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കൈവയ്ക്കുന്ന എല്ലാ മേഖലകളും അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുമ്പോൾ നമുക്കുണ്ട് അനുഗ്രഹങ്ങളുടെ ലിസ്റ്റിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത് അറിയാം. എഴുതി വെച്ചോ, അവർ സൈഡിൽ ലിസ്റ്റായിട്ടിട്ടോ. ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. ഹല്ലേലൂയ. ഈ അനുഗ്രഹങ്ങൾ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കാണുന്നില്ലെങ്കിൽ നമ്മൾ ഒറ്റ കാര്യം കറക്റ്റ് ചെയ്താൽ മതി. ഫിയർ ദ ലോർഡ്. യഹോവയെ ഭയപ്പെടുക. ഹല്ലേലൂയ. ഇവിടെ നോക്കിയേ, വെൻ യു ഫിയർ ദ ലോർഡ് യുവർ ബിസിനസ്, നീ കൈവയ്ക്കുന്ന അധ്വാന ഫലം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഭാര്യ, നിന്റെ ബന്ധങ്ങൾ, മക്കൾ, നിന്റെ ബന്ധങ്ങളാണ്. ഈ ബന്ധങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തെ ഭയപ്പെടുമ്പോൾ നിനക്ക് വേറെ ഒന്നും ഭയപ്പെടാനില്ല. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം 6-ാമത്തെ വാക്യം. സദൃശവാക്യങ്ങൾ 16:6. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കാൻ ഒത്തിരി വചനങ്ങളുണ്ട്. സദൃശവാക്യങ്ങൾ 16:6. ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു. അടുത്ത വാക്യമാണ് നമുക്ക്, യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ട് അകലുന്നു. അപ്പോൾ യഹോവ ഭക്തി നമ്മെ എന്ത് ചെയ്യുന്നു? ദോഷത്തിൽ നിന്ന് നമ്മളെ അകലുമാറാക്കുന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്, ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. യഹോവ ഭക്തി നമ്മെ എന്ത് ചെയ്യും? ഡിപ്പാർട്ട് ഫ്രം ഈവിൾ. ദോഷത്തിൽ നമ്മൾ കൈയെടുക്കും, ദോഷത്തിൽ നമ്മൾ മാറും. ഇത് ഫസ്റ്റ് ലെവലാണ്. ഇനി ഒരു സെക്കൻഡ് ലെവലുണ്ട് എന്നറിയാവോ? അതാണ് സദൃശവാക്യങ്ങൾ 8:13. 8:13. സദൃശവാക്യം 8:13 ഇങ്ങനെയാണ്: യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. ഒന്നാമത്തെ ലെവല് ദോഷത്തിൽ നിന്ന് നീ അകന്നു പോകും. രണ്ടാമത്തെ ലെവല് ദോഷത്തിൽ നീ വെറുക്കും. ഹല്ലേലൂയ. ആദ്യം ദോഷത്തിൽ നിന്ന് നീ അകന്നു പോകാൻ നിന്റെ എഫർട്ട് ഉണ്ട്. കാരണം നീ വേണ്ടെന്ന് വെക്കേണ്ടി വരും. പിന്നെ നീ വെറുക്കാൻ തുടങ്ങും. വെറുക്കുന്നത് നമുക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരില്ല, ഓൾറെഡി നമ്മൾ വെറുക്കുക. നമ്മൾ വെറുക്കുന്ന കാര്യത്തെ നമ്മൾ പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വെറുക്കുന്നൊരു ഭക്ഷണം നിങ്ങളുടെ ആരും പറയണ്ട കഴിക്കേണ്ടെന്ന്, നിങ്ങൾ കഴിക്കൂല. ശരിയല്ലേ? നിങ്ങൾ വെറുക്കുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ആരും പറയണ്ട അവിടെ പോകരുതെന്ന്, നിങ്ങൾ പോകത്തില്ല. കാരണം നിങ്ങൾ ആ ബന്ധത്തെ വെറുക്കുക. ശരിയല്ലേ? ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ദോഷത്തിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യുക. അതാണ് നമ്മൾ പറഞ്ഞ പ്രോവെർബ്സ് 16:6. ഇവിടെ പറയാൻ 8:13 പറയാണ്, ദോഷത്തെ വെറുക്കും. ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള വായ് എന്നിവയെ ഞാൻ പകയ്ക്കുന്നു, വെറുക്കുന്നു. എങ്ങനെ? ബൈ ദ ഫിയർ ഓഫ് ദ ലോർഡ്. ദൈവത്തെ ഭയപ്പെടുമ്പോൾ രണ്ടാമത്തെ ലെവലാണ് നമ്മൾ പാപത്തെ വെറുക്കും. ആദ്യം പാപത്തെ വിട്ടകലും, പിന്നെ പാപത്തെ വെറുക്കുന്നൊരു സ്റ്റേജ് ഉണ്ട്. ഇറ്റ്സ് എ ബ്ലെസ്ഡ് വൺ. അതിനർത്ഥം നീ ദൈവത്തോട് അധികമായി അടുത്തു എന്നർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എത്രത്തോളം പാപത്തെ വെറുക്കുന്നുണ്ടോ അത്രമാത്രം നമ്മൾ ദൈവത്തോട് അടുത്തു എന്നർത്ഥം. എത്രമാത്രം നിങ്ങൾ പാപത്തെ സ്നേഹിക്കുന്നുണ്ടോ അത്രമാത്രം നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകലെയാണെന്നും അർത്ഥമാണ്. സിമ്പിൾ. ഇതൊക്കെ വളരെ സിമ്പിൾ കാര്യമാണ്, ഇത് പ്രത്യേകം പറയാനില്ല. അപ്പോൾ നമുക്ക് തന്നെ നമ്മൾ ചെക്ക് ചെയ്യാം, നമ്മൾ ദൈവത്തിനടുത്ത് എവിടെ നിൽക്കുന്നു എന്നറിയാൻ പറ്റും. ദൈവം നമ്മളിൽ നിന്നല്ല, നമ്മൾ ദൈവത്തിൽ നിന്നാണ്. ദൈവത്തോടുള്ള ഈ ഭയം നമ്മളെ ഒരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരും, ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരും. അവിടെ നമ്മൾ എല്ലാ പാപപ്രവൃത്തികളെയും വെറുക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വരും. എന്തുകൊണ്ടാണ് നമ്മളെ ദൈവം ഈ പാപത്തിൽ നിന്ന് അകന്ന് വരാൻ പറയുന്നത്? പാപം നമ്മളെ നശിപ്പിക്കും. അതുകൊണ്ടാണ് ദൈവം പാപത്തെ വെറുക്കുന്നത്. നമ്മളെ എന്ത് നശിപ്പിക്കുമോ അതിനെ ദൈവം വെറുക്കുന്നുണ്ട്. വ്യഭിചാരം നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ ബന്ധങ്ങളെയും നശിപ്പിക്കും. അതുകൊണ്ട് ദൈവം അതിനെ വെറുക്കുന്നു. നിങ്ങളെ നശിപ്പിക്കുന്ന ഒന്നും ദൈവത്തിന് ഇഷ്ടമല്ല. ഒരു റോളർ കോസ്റ്റർ, ഭയങ്കര സ്പീഡിൽ കറങ്ങുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ പാർക്കിലൊക്കെ പോകുമ്പോൾ കാണുന്ന, കാറി ഇരുന്നാൽ ഇങ്ങനെ കറക്കി വിടും, നമ്മളിങ്ങനെ കറങ്ങി ആകാശത്തൊക്കെ പോയി തിരികെ വരും. അറിയാവോ? റോളർ കോസ്റ്റർ എന്ന് പറയില്ല സാധനമില്ലേ? അതിൽ പോയി ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊരു സാധനം തരും. ആദ്യം ഒരു ബെൽറ്റ്. ഒരു രസവും ഇല്ല. അത് എടുത്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥതയാണ്, എണീറ്റ് പോകാൻ പറ്റില്ല, ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുമ്പോൾ തോന്നും. ശരിയല്ലേ? നിങ്ങൾ അടുത്തിരിക്കുന്ന വേറൊരാൾ ആ ബെൽറ്റ് ഇല്ലാതിരിക്കാതിരിക്കുക, കറങ്ങി പോകുമ്പോൾ നിങ്ങൾ കയ്യൊക്കെ ഇട്ട് എൻജോയ് ചെയ്തിരിക്കുമ്പോൾ അയാളാണെങ്കിലോ ഇങ്ങനെ ഇരിക്കും. കാര്യം എന്നാ? ബെൽറ്റ് ഇല്ലെങ്കിൽ എന്നാ അവസ്ഥയായിരിക്കും. ഇനിത്തെ പോട്ടെ, ബെൽറ്റ് ഇട്ടുകൊണ്ട് വിചാരിക്കുക. നിങ്ങൾ ആദ്യം ബെൽറ്റ് ഒന്ന് പിടിച്ചു നോക്കി, നല്ല സ്ട്രോങ് ആണെന്നൊക്കെ നിങ്ങൾക്ക് ധൈര്യമാണ്.
പിന്നെ ആ ബെൽറ്റ് കിടക്കുന്ന ധൈര്യത്തിൽ നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്യും ആ റൈഡ്. അതുപോലെ ഈ ലോകത്തിൽ ദൈവം ചില റെസ്ട്രിക്ഷൻസ് വച്ചിരിക്കുന്നത് നിന്നെ ലിമിറ്റ് ചെയ്യാനല്ല, നീ ഏറ്റവും മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബന്ധങ്ങൾക്കകത്ത് ചില ദൈവം ചില റെസ്ട്രിക്ഷൻസ് വച്ചിരിക്കുന്നത് നിന്നെ ലിമിറ്റ് ചെയ്യാനോ നിന്റെ പ്ലഷറിനെ, സന്തോഷത്തെ തകർത്ത് കളയാനോ അല്ല, നീ മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇല്ല എങ്കിൽ ചിലപ്പോൾ നീ അടുത്ത പറമ്പിൽ പോയി കിടക്കും, നിന്റെ അവസാനമായിരിക്കും. അതുകൊണ്ടാണ് ചില ബെൽറ്റുകൾ ദൈവം വച്ചിരിക്കുന്നത്. ദൈവം നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ദൈവം നിന്റെ ലൈഫിനെ ചില ബെൽറ്റുകൾ മുറുക്കിയിരിക്കുന്നത്. ആ ബന്ധങ്ങൾ ദൈവം പിടിച്ച് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ്. നീ അതിനെ അഴിച്ചിട്ട് നിന്റെ തോന്നുവാസത്തിന് പോയിട്ട് ദൈവം എന്നെ എടുത്ത് കളഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റോളർ കോസ്റ്റർ ആണോ, നീ ഇരിക്കുമ്പോൾ ബെൽറ്റ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവം ചില സിസ്റ്റംസ് ഒക്കെ വച്ചിരിക്കുന്നത്. ഈ സിസ്റ്റത്തിന്റെ പുറത്ത് പോയി എനിക്ക് ബെൽറ്റും വേണ്ട, ഒന്നും വേണ്ട, അയ്യോ ദൈവം എന്തു ദുഷ്ടനാ, ഞാൻ തറയെ വീണ് നട്ടലൊടിഞ്ഞു. ദൈവം നിനക്ക് ആ പ്ലഷറിന്റെ മാക്സിമം എൻജോയ് ചെയ്യാനാണ് ആ ബെൽറ്റ് വിട്ട് അവിടെ ഇരുത്തിയിരിക്കുന്നത്. ഒരു പ്ലഷറിനും ദൈവം എഗെയിൻസ്റ്റ് അല്ല, ഒരു സന്തോഷത്തിനും ദൈവം എഗെയിൻസ്റ്റ് അല്ല. നീ കരുതും നിനക്ക് കുടുംബജീവിതത്തിന്റെ പുറത്തു പോയ സന്തോഷം കിട്ടും ഭയങ്കരമായിട്ട്, പക്ഷെ അത് നിന്റെ നാശത്തിൽ കൊണ്ടുപോകും. നിന്റെ മരണം കഴിയണം നീ അത് തിരിച്ചറിയത്തുള്ളൂ. കാരണം സദൃശവാക്യങ്ങൾ വളരെ വ്യക്തമാണ്. അടുത്ത സഹോദരന്റെ ഭാര്യ എടുത്ത് പോകുന്നവൻ മടിയിൽ തീക്കുണ്ടം വെച്ചിട്ട് ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നതിനെ പോലെയാണ് എന്നാണ് വചനം പറയുന്നത്. കാരണം നിനക്ക് തന്നെ അറിയാം കത്തും, നിനക്ക് തന്നെ അറിയാം നിന്നെ നശിപ്പിക്കും. ചിലപ്പോൾ നമുക്ക് അറിയാം ഒരു പോൺ വീഡിയോ കാണാൻ തോന്നും, നീ കാര്യം ആരും കാണുന്നില്ല, കണ്ടേക്കാം, കുഴപ്പമില്ല. പക്ഷേ വചനം വ്യക്തമായി പറയുന്നു അത് നിന്നെ നശിപ്പിക്കും, നിന്നെ തകർക്കും. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് റെസ്ട്രിക്ഷൻസ് വച്ചിരിക്കുന്നത്. നീ ദൈവത്തെ ഭയപ്പെടുന്നവനാണെങ്കിൽ നീ അതിൽ നിന്ന് പിന്മാറും. ആദ്യം നീ പിന്മാറും, പിന്നെ നീ അതിനെ വെറുക്കാൻ തുടങ്ങും. നീ അത് വെറുക്കാൻ തുടങ്ങിയ മനസ്സിലായിക്കോണം, നീ അവന്റെ മടി കയറി കഴിഞ്ഞു, നീ അവന്റെ സന്തോഷം അനുഭവിക്കാൻ തുടങ്ങി, നീ അവനുമായുള്ള സഹിത്വം ആരംഭിക്കാൻ തുടങ്ങി. അവിടെയാണ് നിന്റെ ലൈഫ് ബിഗിൻ ചെയ്യുന്നത്. ഹല്ലേലൂയ. ശനിയാഴ്ച ആരാധനയ്ക്ക് വരുമ്പോഴും ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോഴും മാത്രമല്ല ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് ഉള്ളത്. ദൈവസാന്നിധ്യം നിന്നെ ഒരിക്കലും വിട്ടു പിരിയുന്നില്ല. നീ എവിടെ ആയിരിക്കുമ്പോഴും നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഒരു വചനം ഒന്ന് വായിച്ച് നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വചനം വായിക്കാം. യോബ് 28 അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യം. എന്നാൽ ജ്ഞാനം എവിടെ കണ്ടുകിട്ടും? ശ്രദ്ധിച്ച് കേൾക്കണേ. ജ്ഞാനം എവിടെ കണ്ടുകിട്ടും? വിവേകത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെ? ഈ 2 ക്വസ്റ്റ്യന്റെ ഉത്തരമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകാൻ. ഓക്കെ, ജ്ഞാനവും വിവേകവും. നമുക്കറിയാവോ, ശലോമോനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശലോമോന്റെ ലൈഫിൽ വെള്ളിക്കൊന്നും വിലയില്ലായിരുന്നു. സ്വർണം പോലും മാസാമാസം ടൺ കണക്കിനാണ് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്ന് രാജാക്കന്മാർ കൊണ്ട് കൊടുത്തിട്ട് പോണേ. അങ്ങനെയായിരുന്നു ശലോമോൻ. യുദ്ധം ചെയ്യാനൊന്നും പോയിട്ടേ ഇല്ല പുള്ളിക്കാരൻ. എന്തുകൊണ്ടാണ് ഇതെല്ലാം കൊണ്ട് കൊടുത്തത്? ജ്ഞാനം ഉണ്ടായിരുന്നു. സീരിയസ്ലി കേട്ടല്ലോ, ജ്ഞാനം ഉണ്ടായിരുന്നു. ഒറ്റ കാര്യം പുള്ളി ചോദിച്ചോളൂ ദൈവത്തോടെ. പുള്ളി ഏറ്റവും നല്ല ചോദ്യമാണ് ചോദിച്ചത്, കർത്താവ് എനിക്ക് ജ്ഞാനം വേണം. ജ്ഞാനം വന്നു, കൂടെ എല്ലാം വന്നു. അപ്പൊ ജ്ഞാനം ഉണ്ടെങ്കിൽ എന്ത് വരും? എല്ലാം വരും. ശ്രദ്ധിച്ചോ, ജ്ഞാനം എവിടെ കിട്ടും? വിവേകത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെ? അതിന്റെ വില മനുഷ്യർ അറിയുന്നില്ല. ഏതിന്റെ വില? ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും വില മനുഷ്യൻ അറിഞ്ഞുകൂടാ. ജീവനുള്ളവരുടെ ദേശത്ത് അതിനെ കണ്ടെത്തുന്നതുമില്ല. തങ്കം കൊടുത്താൽ അത് കിട്ടൂല. ശ്രദ്ധിച്ചോളേ, ജ്ഞാനം എന്ത് കൊടുത്താൽ കിട്ടൂല? തങ്കം കൊടുത്താൽ കിട്ടൂല. അതിന്റെ വിലയായി വെള്ളി തൂക്കി കൊടുക്കാറുമില്ല. ഓഫീർ പൊന്ന് എന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് സ്വർണ്ണമാണ് ഓഫീർ പൊന്ന്. വിലയേറിയ ഗോമേതകം, നീരരക്തം ഒന്നും അതിന് ഈടാകുന്നില്ല, അതിന് പകരം വയ്ക്കാൻ പറ്റൂല. സ്വർണം, സ്ഫടികം അതിനോട് ഒക്കുന്നില്ല. തങ്കം കൊണ്ടുള്ള പണ്ടങ്ങൾക്ക് അതിനെ മാറി കൊടുപ്പാറില്ല. പവിഴത്തിൻ്റെയും പളുങ്കിൻ്റെയും പേർ മിണ്ടുകയേ വേണ്ട. ജ്ഞാനത്തിൻ്റെ വില മുത്തുകളിലും കവിഞ്ഞതാണ്. കൂശിലെ പുഷ്പരാഗം, അതാണ് ഏറ്റവും ടോപ്പ്, അതിനോട് ഒക്കുന്നില്ല. തങ്കം കൊണ്ട് അതിൻ്റെ വില മതിക്കാനാകുന്നതുമില്ല. പിന്നെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ? ഹലോ, ശ്രദ്ധിച്ചേ. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് ശലോമോന്റെ അവിടെ സ്വർണം വന്നെന്ന്? മനസ്സിലായോ? അവരെത്ര സ്വർണം കൊടുത്താലും പുള്ളിയുടെ വായിൽ നിന്ന് വാക്കുകൾക്ക് അതിന് പകരം വയ്ക്കാൻ പറ്റൂലായിരുന്നു. ഷേബാ രാജ്ഞി കിഴക്ക് ദൂരത്തുനിന്ന് വന്നു, സ്വർണവും എല്ലാം കൊണ്ടുവന്നു. കാരണം എന്നിട്ട് പറയുകയാണ്, ഞാൻ കേട്ടതിനേക്കാൾ അധീരമാണ് എന്നെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. എന്നിട്ട് പറയുകയാണ്, നിന്റെ അടുത്ത് നിന്ന് സേവയ്ക്ക് നിൽക്കുന്ന ദാസന്മാർ പോലും ഭയങ്കര ഭാഗ്യമുള്ളവരെന്നാണ് ഷേബാ രാജ്ഞി പറഞ്ഞത്.
ഇപ്പം മനസ്സിലായില്ലേ? ഓഫീർ ആയിക്കോട്ടെ, പൊന്നായിക്കോട്ടെ, പുഷ്യരാഗം ആയിക്കോട്ടെ, ഇതൊന്നും എന്ത് ചെയ്യില്ല, സ്ഫടികമായിക്കോട്ടെ, എന്തു വച്ചാലും ഇതിൻ്റെ വിലയ്ക്ക് തുല്യമാകത്തില്ല. അമ്മാതിരി വിലയുണ്ട് എന്തിന്. പക്ഷെ ഇതെവിടെ കിട്ടുമെന്നറിയാവോ? ഇത്രയും പൈസ കിട്ടുന്ന സാധനം കിട്ടുന്നത് ഞാൻ പറഞ്ഞുതരാം. 28-ാം വാക്യം, കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷമകന്ന് നടക്കുന്ന തന്നെ വിവേകം എന്ന് അവൻ മനുഷ്യനോട് അരുളി ചെയ്തു. ഇത്രയും വില കൊടുത്താൽ കിട്ടാത്ത സാധനം ദൈവത്തെ ഭയപ്പെടുമ്പോൾ നിനക്കുണ്ടാവും. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, ദോഷമകന്ന് നടക്കുന്ന തന്നെ വിവേകമാകുന്നു. ഉറക്കെ കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. വില മനസ്സിലായോ? വില മനസ്സിലായോ? ജ്ഞാനമുണ്ടെങ്കിൽ ഇതെല്ലാം വെച്ച് തൂക്കി വിറ്റാലും തുല്യമാകത്തില്ല. നമുക്ക് പലപ്പോഴും ജ്ഞാനം കേൾക്കുമ്പോൾ നമ്മളങ്ങ് ജ്ഞാനം, ഇവിടെ പറയുകയാണ് ജ്ഞാനത്തിൻ്റെ വില എന്ന് പറയും. ഞാൻ എവിടെ കിട്ടും? വിവേകത്തിൻ്റെ ഉത്ഭവം ഇവിടെ നിന്നാണ്. കാരണം എവിടെ കിട്ടും എന്ന് പറഞ്ഞാലല്ലേ വാങ്ങാൻ പറ്റൂ, എവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞാലല്ലേ പോയി എടുക്കാൻ പറ്റൂ. പക്ഷെ അത് വചനം പറഞ്ഞാണ്, ജീവനുള്ള ദേശത്ത് അതിനെ കണ്ടെത്താൻ പറ്റത്തില്ല, ഈ ഭൂമിയിൽ കണ്ടെത്താൻ പറ്റത്തില്ല. ഇപ്പൊ ജ്ഞാനവും വിവേകവും ഭൂമിയിൽ വാങ്ങാൻ കിട്ടത്തില്ല. വാങ്ങാൻ കിട്ടുമായിരുന്നു, എന്ത് ചെയ്യുമായിരുന്നു? തങ്കം കൊടുത്താൽ വാങ്ങാമായിരുന്നു, വെള്ളി കൊടുത്താൽ വാങ്ങാമായിരുന്നു, ഓഫീർ പൊന്നോ, നീലരത്നമോ, ഗോമേതകമോ, സ്വർണമോ, സ്ഫടികമോ കൊടുത്താൽ വാങ്ങാമായിരുന്നു. പറയുന്നത് ഇതൊന്നും കൊടുത്താലും ജ്ഞാനത്തിൻ്റെ വിലയ്ക്ക് തുല്യമാകത്തില്ല. പക്ഷേ താഴെ പറയുകയാണ്, കർത്താവിനോടുള്ള ഭക്തിയാണ് ജ്ഞാനം, ദോഷമകന്ന് നടക്കുന്നതാണ് വിവേകം. അപ്പോൾ അർത്ഥം, നീ ദോഷമകന്ന് നടക്കുകയും കർത്താവിനോടുള്ള ഭയത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിന്നെ ഈ ലോകത്തിൽ ഒന്നിനും വിലയ്ക്ക് വാങ്ങാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നീ വിലയുള്ളവനായിരിക്കും. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. എൻ്റെ മെസ്സേജിൽ ഇത്രയും സമയമുള്ള വന്ന് മനസ്സിലായി കാണും. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ എഴുതി വെച്ച് നോട്ട് ചെയ്ത് കണ്ടുണ്ടാവും. ഒത്തിരി എഴുതാറുണ്ട്. ഈ ജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിനോടുള്ള ഭയത്തിൽ നിന്നുണ്ടാകുന്ന ഗുണങ്ങൾ ഇതെല്ലാമാണ്. നിസാരം പോലെ കളയരുത്. ദൈവത്തെ ഭയപ്പെടുമ്പോൾ നമുക്ക് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഒരു വചനം വായിച്ചേ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ, സബ്മിറ്റിംഗ് ടു വൺ അനദർ ഇൻ ദ ഫിയർ ഓഫ് ലോർഡ്. ഒരുവൻ മറ്റൊരുവനോട് കീഴ്പ്പെട്ടിരിക്കുക. എങ്ങനെ? ദൈവത്തോടുള്ള ഭയത്തിൽ കീഴ്പ്പെട്ടിരിക്കുക. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. തുടക്കം ഇവിടെ നിന്നാണ്. അന്യോന്യം നമ്മൾ കീഴ്പ്പെടാനുള്ള റീസൺ എന്താണ്? ഫിയർ ഓഫ് ദ ലോർഡ്. അപ്പോൾ യഹോവയെ ഭയപ്പെട്ടിട്ട് ആ ഭയത്തിൽ നിന്ന് നമ്മൾ പരസ്പരം കീഴ്പ്പെട്ടിരിക്കണം. ഭാര്യ ഭർത്താവിനോട് കീഴ്പ്പെട്ടിരിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. അപ്പോൾ പലപ്പോഴും കുടുംബ ബന്ധങ്ങൾക്കകത്ത് പ്രശ്നം ഉണ്ടാകാനുള്ള കാര്യം എന്താണ്? ലാക്ക് ഓഫ് ഫിയർ ഓഫ് ദ ലോർഡ്. ദൈവത്തോടുള്ള ഭയമില്ലായ്മയാണ് കുടുംബജീവിതങ്ങളകത്ത് പ്രശ്നമുണ്ടാകുന്ന പ്രധാന റീസൺ. നമുക്കറിയാമോ, സാധാരണ ഫാമിലിയാണ് ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയും. ഫാമിലി ഓക്കെ ആയാൽ ഒരു വീട്, ഒരു കുടുംബം, ഭാര്യ ഭർത്താവ് എന്നുള്ള അതൊരു ബന്ധം, അത് കഴിഞ്ഞാൽ ഒരു ഫാമിലി, ഫാമിലി കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി, ഒരു കമ്മ്യൂണിറ്റി കഴിഞ്ഞാൽ ഒരു ദേശം, അല്ലേ? അവിടെ നിന്ന് ഒരു രാജ്യം. ഇങ്ങനെയാണ് സിസ്റ്റം. അപ്പോൾ തുടക്കം ഇവിടെ നിന്നാ ഫാമിലി. ഈ ഫാമിലി അപ്പം തകർന്നാലോ ദേശം മുഴുവൻ തകർന്നു. ശത്രു നന്നായിട്ടറിയാം. സോ ശത്രു എവിടെയാണ് സ്ട്രക്ക് ചെയ്യുന്നത്? ഫാമിലീസ്, റിലേഷൻഷിപ്പ്, ബന്ധങ്ങളിലാണ് ശത്രു ആദ്യം ഹിറ്റ് ചെയ്യുന്നത്. ശത്രുവിനറിയാം, ബന്ധങ്ങൾ തകർന്നാൽ സിസ്റ്റം മുഴുവൻ തകരും. ബന്ധങ്ങൾ ഓക്കെ ആയാൽ സിസ്റ്റം കംപ്ലീറ്റ് ഓക്കെ ആവും. വചനം പറയാണ്, ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് ദൈവമായുള്ള ഭയത്തിൽ നിന്ന് കീഴടങ്ങുവിൻ. ഭർത്താക്കന്മാരെ ദൈവമായുള്ള ബന്ധത്തിൽ നിന്ന് ഭാര്യമാരെ സ്നേഹിപ്പേൻ. ഞാനിത് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കഥാവിളം സംബന്ധിച്ച് ഒരു മനോഹരമായ കാര്യമുള്ള, അതാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. സത്യത്തിൽ അതാണ് ഇന്നത്തെ മെസ്സേജിൻ്റെ കീ. ജസ്റ്റ് ഇമാജിൻ, നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങൾ ഇന്ന് ചെയ്ത ഒരു കാര്യം, ഏത് കാര്യം ആയിക്കോട്ടെ, ഏറ്റവും നല്ലതിനെ വിചാരിച്ചോ, നിങ്ങൾ ഇന്ന് ചെയ്ത ഏറ്റവും നല്ല കാര്യം,
നെഗറ്റീവായിട്ട് ഏറ്റവും നല്ല കാര്യം വിചാരിച്ചോ. ജസ്റ്റ് ഇമാജിൻ, ഞാൻ എന്നോടും കൂടി ചേർത്ത് സംസാരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാൻ മെസ്സേജ് പറയുമ്പോൾ ഞാൻ ആർക്കും വേണ്ടി പ്രസംഗിക്കാറില്ല, ദൈവം എന്നോടും കൂടി സംസാരിക്കുകയാണ്. ഞാൻ പലപ്പോഴും എൻ്റെ മെസ്സേജ് റിപ്പീറ്റ് വീണ്ടും പോയി കേൾക്കാറുണ്ട്. കാരണം ഞാൻ ആരെയും പഠിച്ചു വന്ന് എന്തെങ്കിലും പ്രസംഗിക്കാൻ ഉദ്ദേശിക്കാറില്ല. പരിശുദ്ധ എപ്പോഴും പറയുന്ന കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ, എന്നോട് നീ സംസാരിക്കണമേ, എന്നെ നീ പഠിപ്പിക്കണമേ. കാരണം നിങ്ങളോട് പറയുമ്പോൾ തന്നെ ഞാനും പഠിക്കുകയാണ്. ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നവരാണ്. പലപ്പോഴും ഞാൻ എക്സാമ്പിൾസിലൂടെ സംസാരിക്കുന്നത്. ഞാൻ ഇന്നലെ ചിന്തിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞ കാര്യമാണ്, ഭാര്യയും ഭർത്താവും നമ്മൾ അടിയുണ്ടാക്കുകയാണ്, ഭയങ്കരമായിട്ട് വഴക്ക് പറയുകയാണ്, നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾ കത്തിയും കമ്പുമൊക്കെ എടുത്ത് എറിയുകയാണ്, ഇങ്ങനെ വാക്കുകൾ കൊണ്ട്. എല്ലാത്തല്ല, അല്ലാതെ അറിയത്തില്ല, വാക്കുകൾ കൊണ്ട് കമ്പും കത്തിയൊക്കെ എടുത്ത് എറിയുകയാണ്. നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾ എറിയുമ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ ആ കട്ടിലിൻ്റെ അങ്ങറ്റത്ത് ഫിസിക്കലി യേശു അത് ഇരിക്കുകയാണ്, ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ ഇന്ന് അടിവെച്ചതുപോലെ തന്നെയായിരിക്കും അടിവെക്കുന്നത്, നിങ്ങൾ പറഞ്ഞ വാക്കുകൾ തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ചിന്തിച്ച്, എന്നോട് നീ സംസാരിച്ചതാണ്, ഞാൻ ചിന്തിച്ച കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് 100% ധൈര്യത്തോടെ പറയാൻ കഴിയും. ഞാനിരുന്ന് കരഞ്ഞുപോയി, ഞാൻ ഒത്തിരി ചിന്തിച്ചു. ആ ഒരു തോട്ട് തന്നെ എന്നെ ഒത്തിരി മാറ്റി. നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്തേ, നിങ്ങൾ പറഞ്ഞ വാക്കുകൾ അതേ വാക്കുകൾ തന്നെ പറയുമായിരുന്നോ യേശുവോട് ഇരുന്നെങ്കിൽ? പറയുമായിരുന്നോ? എന്നെ നോക്കി പറയുമായിരുന്നോ? ഇല്ലല്ലോ, മാറ്റൂലേ. ഈവൻ പോട്ടെ, ഞാൻ അവിടെ ഉണ്ടായിരുന്നു വിചാരിക്കുക, ഞാൻ നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു വിചാരിക്കുക, നിങ്ങൾ അങ്ങനെ പറയോ? പിന്നെയാണ് യേശു. ശരിയല്ലേ? ശരിയാണോ സഹോദരങ്ങളെ? നിങ്ങൾ അങ്ങനെ അല്ലല്ലോ സംസാരിക്കുക. മാറ്റൂലേ? വാക്കുകൾ മാറ്റൂലേ? കുറെ കൂടെ പൊളൈറ്റ് ആവൂലേ? അപ്പൊ നിങ്ങൾക്ക് പൊളൈറ്റ് ആവാൻ അറിയാഞ്ഞിട്ടല്ല, എനിക്കങ്ങ് പറ്റുന്നില്ല ബദറേ. ചുമ്മായാ സീരിയസ്ലി, എനിക്കെന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ പിടിച്ചു വെച്ചിരിക്കില്ല തന്നെ, ചുമ്മായാ. നിന്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഫ്രൂട്ടാണ് സെൽഫ് കൺട്രോൾ. നമുക്കത് ഉണ്ട്. ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കള്ളമാണ്. നിന്റെ അകത്ത് പരിശുദ്ധാത്മാവില്ല. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രൂട്ടാണ് പണങ്ങല്ലേ. പരിശുദ്ധാത്മാവിൻ്റെ ബെസ്റ്റ് ഫ്രൂട്ടാണ് ഇന്ദ്രിയ ജയം, സെൽഫ് കൺട്രോൾ. നിനക്ക് നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിനക്ക് ഒന്നിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. യു കാനോട്ട് കൺട്രോൾ എനിത്തിങ്. ഒന്നിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് നിനക്ക് നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നും നിന്നെ കൺട്രോൾ ആകത്തില്ല. ഞാൻ പറഞ്ഞതിനാണ്, ഒരു സിറ്റിയെ പിടിച്ചെടുക്കുന്നതിനേക്കാൾ വലുതാണ് നിനക്ക് നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സിറ്റികളെല്ലാം രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റും. നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിനക്ക് ഒന്നിനെയും പിടിച്ചെടുക്കാൻ പറ്റത്തുമില്ല. ജസ്റ്റ് ഇമാജിൻ, ഒന്നുകൂടി നിങ്ങൾ, ഞാനിപ്പോൾ ചിന്തിച്ച് നോക്കാനല്ലേ പറഞ്ഞേ, യേശു ഉണ്ടായിരുന്നെങ്കിൽ എന്നല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷെ സത്യത്തിൽ യേശുവിടെ ഇല്ലായിരുന്നോ? അടി ഉണ്ടാക്കിയപ്പോൾ യേശു ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. നീ മോശം വാക്കുകൾ പറഞ്ഞപ്പോൾ യേശുവിടെ ഇല്ലായിരുന്നോ? യേശു കപ്പലിലും ബോട്ടിലും മാത്രമേ വരുവുള്ളൂ? ആഴിയുടെ ആഴങ്ങളിൽ മാത്രമേ യേശു വരുവുള്ളൂ? നിന്റെ ബെഡ്റൂമിലും ബാത്റൂമിലും എല്ലാം അവനുണ്ട്. നിന്റെ കിച്ചണിലും അവനുണ്ട്. നീ പോകുന്ന യാത്രയിലെല്ലാം അവൻ നിന്റെ കൂടെ ഉണ്ട്. അവൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല. എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദ റിയൽ ഫിയർ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത് ഇതാണ്. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഭയം. ഏറ്റവും വലിയ സെക്യൂരിറ്റിയും അതാണ്, ഏറ്റവും വലിയ ഫിയറും അതാണ്, ഏറ്റവും വലിയ പ്രൊട്ടക്ഷനും അതാണ്, ഏറ്റവും വലിയ ഭയവും അതാണ്. ഹല്ലേലൂയ. എൻ്റെ ഏറ്റവും വലിയ ധൈര്യവും അതാണ്, എൻ്റെ ഏറ്റവും വലിയ പേടിയും അതാണ്. ഇത് തന്നെ ബാലൻസ് ചെയ്യണം. അതാണ് ഫിയർ ഓഫ് ദ ലോർഡ്. എൻ്റെ ഏറ്റവും വലിയ ധൈര്യം, എല്ലാവരും പറയും യേശുവിൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ ധൈര്യം. ശരിയാടാ, നിന്റെ കൂടെ ഉള്ളതാ ധൈര്യം. പക്ഷെ നിന്റെ ചിന്തയ്ക്കകത്ത് അത് വന്നിട്ടില്ല. നീ വെറുതെ പറയുന്നതാ. നിന്റെ ചിന്തയ്ക്കകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ആക്ഷനിൽ അത് കാണും. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും കുറച്ചുകൂടെയൊക്കെ. നമ്മളെപ്പോഴും പറയില്ലേ യേശുവിൻ്റെ കൂടെ ഉണ്ട്. നിനക്കത് ചുമ്മാ പറയുന്നതാ. നിന്റെ അകത്ത് നീ അനുഭവിച്ചിട്ടില്ല. നിന്റെ അകത്ത് നീ അത് യഥാർത്ഥമായി എക്സ്പീരിയൻസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ വാക്കുകൾ തെളിയിക്കും. എൻ്റെ യേശുവിൻ്റെ കൂടെ ഉള്ള എൻ്റെ വാക്ക് ഇങ്ങനെ വരാൻ പാടില്ല. അവിടെയാണ് ഈ യേശുവിനെ നീ അടുത്തറിയാൻ തുടങ്ങുന്നത്. ദ ഫിയർ ഓഫ് ദ ലോർഡ് വിൽ ബ്രിങ് ഹിം ക്ലോസ്. നമ്മെ ആ യേശുവിലേക്ക് അടുപ്പിക്കും. ഈ ദൈവഭയം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റത്തില്ല, ദൈവത്തിലേക്ക് വീണ്ടും അടുപ്പിക്കും. കാരണം ദ ഫിയർ ഓഫ് ദ ലോർഡ് ഡിപ്പാർട്ട് ഫ്രം ഈവിൾ, ഹേറ്റ് ഈവിൾ.
നമ്മൾ നേരത്തെ പറഞ്ഞു സദൃശവാക്യങ്ങൾ 16:6 പറഞ്ഞതാണ് ദോഷം വിട്ട് അകലും. 8:13 പറഞ്ഞു ദോഷത്തെ വെറുക്കും. ഇതെല്ലാം എന്തുകൊണ്ടാണ് ദൈവം വച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു തന്നു. എന്താണ്? നമ്മുടെ പ്രൊട്ടക്ഷൻ, നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ബന്ധങ്ങളെ സൂക്ഷിക്കാൻ, കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കാനാണ് മോശം കാര്യങ്ങളിലേക്ക് പോകലെന്ന് പറയുന്നത്. വ്യഭിചാരത്തിലേക്കും മോശം അഫെയറുകളിലേക്കും പോകലെന്ന് പറയാൻ കാരണം എന്താണ്? കുടുംബ ബന്ധങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനാണ്, നിന്റെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. കാരണം വചനം പറയുന്നതാണ് സെക്ഷുവൽ ഇമ്മോറാലിറ്റി, മോശം ലൈംഗികതയിലേക്ക് പോകുമ്പോൾ നിന്റെ ശരീരത്തിന് അഗേൻസ്റ്റായി നീ പാപം ചെയ്യുന്നു. കാരണം നിന്റെ പാപം ആ പാപം നിന്നെ മരണത്തിലേക്ക് കൊണ്ടുപോകും. കാരണം അത് ശരീരത്തിൻ്റെ പുറത്തുള്ള പാപമല്ല, ശരീരത്തിനകത്തുള്ള പാപമാണ്. റിയൽ ആയിട്ടുള്ള ഫിയർ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത് ദ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്തും ഗ്രേറ്റസ്റ്റ് ഫിയറും ഒരേപോലെ ബാലൻസ് ആകുമ്പോഴാണ്. നിങ്ങൾക്ക് ഇതിൽ ഒന്ന് മാത്രം എടുക്കാൻ പറ്റത്തില്ല. എൻ്റെ ഒരു ദൈവമുള്ള എനിക്ക് ബലമാണ്, അത് മാത്രം എടുക്കാൻ പറ്റത്തില്ല. കൂടെ ദൈവം നിന്റെ കൂടെ നിന്ന് ഉറപ്പുണ്ടെങ്കിൽ നിന്റെ പ്രവൃത്തികളും നിന്റെ വിചാരങ്ങളും എല്ലാം അതിനനുസരിച്ചായിരിക്കും. അവിടെയാണ് യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ആരെയും ഭയപ്പെടത്തില്ല. നിന്റെ ബോൾഡ്നെസ് അവിടെ കാണാൻ പറ്റും, നിന്റെ ധൈര്യം അവിടെ വരും. നീ സകലത്തിന്റെ മുമ്പ് നെഞ്ചു വിരിച്ചെന്ന് പറയും. എന്താണ്? ഒന്നും തന്നെ തൊടത്തില്ല. കാര്യം നിനക്ക് മനസ്സിലായി ദൈവന്റെ കൂടെ ഉണ്ടെന്ന് നീ അനുഭവമാക്കി മാറ്റി. ഹലോ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രവൃത്തി കാണിച്ചതാ. ഞാൻ പറയാം, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ പ്രവൃത്തി കാണാൻ പറ്റും. അങ്ങനെ നേരത്തെ പറഞ്ഞ ചോദ്യം ഓർമ്മയില്ലേ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? എങ്കിൽ ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ബെഡ്റൂമിൽ കയറുമ്പോൾ നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളൊക്കെ വ്യത്യാസം ഉണ്ടാവും. ആരും കാണണമെന്ന് പറഞ്ഞ് ബാത്റൂമിൽ കയറി ഇരിക്കില്ലേ? അവിടെ ദൈവം കാണുന്ന നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ വചനം പറയുന്നത് എൽ റോയി, the Lord who see me, the Lord who sees, എപ്പോഴും എന്നെ കാണുന്ന ഒരു ദൈവം. വചനം പറഞ്ഞാണ്, സംഗീതത്തിൽ പറയാണ് യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട്, അവൻ മോശമായിട്ടുള്ളവനെയും നല്ലവനെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇത് മനസ്സിലാക്കിയ ദാവീദ് പറഞ്ഞു, ഞാൻ പാതാളത്തിനറ്റത്തുകൊണ്ട് കിടക്ക വിരിച്ചാൽ അവിടെയും നീ ഉണ്ട്. എന്നാ ചെയ്യാനാ? ചന്ദ്രനിൽ പോയാലും അവിടെ ഉണ്ട്. ഞാൻ എവിടെ പോയാലും നിന്റെ കൈ എന്നെ പിന്തുടരും. അതെൻ്റെ ബലവുമാണ്, എൻ്റെ ഫിയറുമാണ്. ശരിയല്ലേ? നമ്മൾ ബലത്തിന്റെ പാർട്ട് മാത്രമേ എടുത്തുള്ളൂ എങ്കിൽ നമ്മുടെ അകത്ത് വന്നിട്ടില്ല, നമ്മുടെ അകത്ത് ഉറച്ചിട്ടില്ല. ഇന്ന് മനസ്സിലാക്കുക, നിങ്ങൾക്ക് അവനെ വിട്ട് ഒരിടത്തും പോകാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ കരത്തെ ഒഴിച്ച് നമുക്ക് ഒരിടത്തും പോകാൻ പറ്റത്തില്ല. 1-2 വാക്യോട് വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഗലാത്യർ 5:13. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ശരിയാണ്, നമുക്ക് എല്ലാവർക്കും ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ. ഹല്ലേലൂയ. ഇതാണ് പ്രശ്നം പറ്റിയത്. ഇവിടെയാണ് പ്രശ്നം വന്നത്. യേശു എനിക്ക് സ്വാതന്ത്ര്യം തന്നു, കൃപ എനിക്ക് സ്വാതന്ത്ര്യം തന്നു. ശരിയാണ്. പക്ഷെ വചനം വ്യക്തമായി പറയുന്നു, ആ സ്വാതന്ത്ര്യം ജഡത്തിന് മുതലെടുക്കാനുള്ള അവസരമാക്കി മാറ്റാതെ പരസ്പരം സ്നേഹത്തിൽ സേവിപ്പിൻ. പലപ്പോഴും മുതലെടുക്കുമ്പോൾ നമ്മൾ ആ ബന്ധത്തിൽ നിന്ന് അകലെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണമില്ലേ, ആ റോളർ കോസ്റ്ററില്ലേ, വലിയ കറങ്ങുന്ന മെഷീൻ, അതിൽ സീറ്റ് ബെൽറ്റ് അഴിച്ചിട്ടിരിക്കും പോലെയാണ്. എപ്പോഴും നിനക്ക് നിന്റെ ജീവിതത്തിൽ എന്തും സംഭവിക്കാം. നീ അവൻ്റെ പ്രൊട്ടക്ഷനിൽ നിന്ന് പുറത്താണ്. ഹല്ലേലൂയ. നീ നിന്നെ തന്നെ തകർക്കുവാൻ വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. നിന്റെ ലൈഫിനെ ശത്രു നശിപ്പിക്കാൻ വേണ്ടി നീ, വചനം പറഞ്ഞതിനാണ്, മാൻ വേട്ടക്കാരൻ്റെ കെണിയിലേക്ക് ഓടിക്കേറുന്ന പോലെ കഴുത്തിൽ കുരുങ്ങി അറ്റം വീഴുന്നത് വരെ നീ അറിയില്ല. നീ അതുവരെ ഓക്കെയാണെന്ന് കരുതി. പക്ഷെ അവസാനം അതിങ്ങനെ കട്ടാകുമ്പോഴേ അറിയത്തുള്ളൂ പെട്ടുപോയെന്ന്. പിന്നെ തിരിച്ചു വരാൻ കഴിയത്തില്ല. അതുകൊണ്ട് വചനം വ്യക്തമായി പറയുന്നു, ഫിയർ ദ ലോർഡ് ആൻഡ് ഡിപ്പാർട്ട് ഫ്രം ഈവിൾ. ദൈവത്തെ ഭയപ്പെടുക, ദോഷം വിട്ട് അകലുക. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ജഡത്തിന് അവസരമാക്കി മുതലെടുക്കാതെ. ദൈവം സ്നേഹമാണ്, എന്തും ആവാം. ദ ഗ്രേറ്റസ്റ്റ് ലൈ, ഏറ്റവും വലിയ കള്ളം. ഞാൻ ഇന്നലെ സഹോദരന്മാർ കഴിഞ്ഞ ദിവസം പറയുകയായിരുന്നു, സോദോം ഗൊമോറയെ നശിപ്പിച്ചപ്പോഴും ദൈവം സ്നേഹം തന്നെയായിരുന്നു. ദൈവത്തിന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നും അവൻ സ്നേഹം തന്നെയാണ്. പക്ഷേ ദൈവം ചില സ്റ്റാറ്റ്യൂട്ട്സിനെ വെച്ചിട്ടുണ്ട്, ചില ബൗണ്ടറീസിനെ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ എന്ന് പറഞ്ഞ് ലോത്തിനോട് പറഞ്ഞത് ലോത്തിനെ കൊല്ലാൻ വേണ്ടി ആയിരുന്നില്ല. ലോത്തിന്റെ ഭാര്യയോട് പറഞ്ഞത്
കൊല്ലാൻ വേണ്ടി ആയിരുന്നില്ല. പക്ഷെ തിരിഞ്ഞ് നോക്കിയപ്പോൾ എന്താണോ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ കാര്യം ചെയ്തപ്പോൾ തീയിൽ ചാടിയാ പൊള്ളൂ എന്ന് പറഞ്ഞിട്ട് തീയിൽ ചാടിയാ പൊള്ളും. That's all. ദൈവം നമ്മുടെ ലൈഫിൽ ചില റെസ്ട്രിക്ഷൻസ് വെച്ചിരിക്കുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ പുറത്ത് നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മൾ തന്നെ നമുക്കുള്ള കുഴി മാന്തുകയാണ്. The fear of the Lord will make us depart from evil. ഒരു വചനോട് വായിക്കാം, യോഹന്നാൻ 14:23. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. യേശു പറഞ്ഞു, എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നതല്ല, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് ദൈവത്തിനോട് സ്നേഹം കാണിക്കുമല്ല, ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിക്കും. അതായത് നമ്മൾ എന്തെങ്കിലും ദോഷത്തിൽ നിന്ന് വിട്ടുമാറുന്നുണ്ടെങ്കിൽ അതിനൊറ്റ റീസണേ ഉള്ളൂ, വി ലവിങ് ലോർഡ്. യഥാർത്ഥമായി ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നതിൻ്റെ തെളിവാണ് നമ്മൾ ദോഷം വിട്ടകലുന്നത്, നമ്മൾ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. അങ്ങനെയുള്ളവരോട് ദൈവം പറയുകയാണ്, ഞാനും പിതാവും അവനോട് കൂടെ വന്ന് വാസം ചെയ്യും. ക്ലോസ് ആവും. റിലേഷൻഷിപ്പ് കണ്ടോ, ഒരുമിച്ചായണ്ടോ, അകലമില്ല അവിടെ, അകൽച്ചയില്ല അവിടെ. ഈ ഫിയർ നമ്മളെ ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുന്ന ഫിയറാണ്. ഈ ഭയം നമ്മളെ ദൈവം അകറ്റത്തില്ല, പകരം അടുപ്പിക്കും. കൽപ്പനകൾ നല്ലതാ, അത് സ്നേഹത്തിൽ ചെയ്യുമ്പോൾ ആ കൽപ്പനകൾ, ആ കമാൻഡ്മെന്റ്സ് നമുക്ക് ജീവനെ കൊണ്ടുവരും.